അധരങ്ങളെ തുറന്ന് ചില മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാനായി നിങ്ങളുടെ സമയങ്ങളെ വേർതിരിക്കുക. കർത്താവിൻ്റെ പാദപീഠത്തിൽ സുഖമുണ്ട്, അവൻ്റെ പാദപീഠത്തിൽ ബലമുണ്ട്, അവൻ്റെ പാദപീഠത്തിൽ സൗഖ്യങ്ങളുണ്ട്. അധരങ്ങളെ തുറന്ന് നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ ആയിരിക്കാം ഈ സർവീസ് കാണുന്നത്, TV-യിലൂടെ ആയിരിക്കാം നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എവിടെ ഇരുന്ന് എന്നെ കാണുന്നവരാണെങ്കിലും നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ അവനെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം നിങ്ങൾ ഇടവിടാതെ അർപ്പിച്ചാൽ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ കഴിയും. അധരങ്ങളെ തുറന്ന സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, ഐ പ്രൈസ് യു ലോർഡ്, ഐ താങ്ക് യു ജീസസ്. വായ്കൾ തുറന്ന് എല്ലാവരും ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവൻ തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, സൗഖ്യം തന്നില്ലേ, കർത്താവ് ഇത്രത്തോളം നമ്മളെ നിർത്തിയില്ലേ, നടത്തിയില്ലേ, മാനിച്ചില്ലേ, ഇത്രത്തോളം അത്ഭുതകരമായിട്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ വിശുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ യാതൊന്നുമല്ല, തൻ്റെ മഹാകരുണയാൽ, തൻ്റെ ദയയാൽ, തൻ്റെ വിശ്വസ്തതയാൽ ഈ സെക്കൻഡ് വരെ, ഈ നിമിഷം വരെ യേശുപ്പ നമ്മളെ നടത്തിയില്ലേ. കർത്താവിൻ്റെ മക്കളെ, കർത്താവിനോടുള്ള സ്നേഹം ഒന്ന് പ്രകടമാക്കൂ. കർത്താവിനോടുള്ള സ്നേഹം സ്തുതികളാൽ ഒന്ന് വെളിവാക്കുമോ? കർത്താവിനോടുള്ള സ്നേഹം നിങ്ങളുടെ അധരബലങ്ങളാൽ, നിങ്ങളുടെ പ്രവൃത്തികളാൽ ഒന്ന് വെളിപ്പെടുത്തുമോ? ഹല്ലേലൂയ. യേശു തൻ്റെ ജീവനെ, തൻ്റെ ജീവിതത്തെ, തനിക്കുള്ള എല്ലാറ്റിനെയും നൽകി നമ്മെ സ്നേഹിച്ചെങ്കിൽ ആ കർത്താവിനെ വാക്കുകൾ കൊണ്ടെങ്കിലും സ്തുതി സ്തോത്രങ്ങൾ കൊണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് ദൈവത്തിന് പ്രയോജനമാകുന്നത്? ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നേസിக்கிறേ ഉമ്മൈതാനേ എൻ ദൈവമേ എൻ യേശുവേ, നേസിக்கிறേ ഉമ്മൈതാനേ എൻ ദൈവമേ എൻ യേശുവേ. കർത്താവേ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ തിരുവെഴുത്തുകൾ കേൾക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ വചനം പരിണമിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളുടെയും സമയത്തിൻ്റെയും ഒക്കെ പരിമിതികളിൽ നിന്നുകൊണ്ട് പരിമിതികളില്ലാത്ത ദൈവത്തെ, പരിമിതമല്ലാത്ത തിരുവെഴുത്തുകളെ ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ഞാനും ശരണപ്പെടുകയാണ്. I thank all of those who are watching this, and with the limited time which we are getting to discuss and meditate the word, we are discussing and meditating a word which is unlimited and a God who has no limitations. ഇന്ന് കർത്താവിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. തിരുവെഴുത്തുകളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടുകൂടെയും കർത്താവിൻ്റെ വചനത്തെ കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ വായിക്കുന്നു. ജെയിംസ് ചാപ്റ്റർ 1 verses 12 to 14. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. വായിച്ചാട്ടെ പാസ്റ്റർ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ദൈവസഭയോട്, വിശുദ്ധന്മാരോട്, സഹശുശ്രൂഷകരോട്, ദൈവമക്കളോട് വളരെ പ്രധാനപ്പെട്ടതായ ഒരു വാഗ്ദത്തം പോലുള്ളൊരു വചനം, അല്ലെങ്കിൽ ഒരു പ്രോമിസ് പരിശുദ്ധാത്മാവിൽ ദൈവപുരുഷൻ നമുക്ക് നൽകി തരികയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ആ ചിന്ത ഇന്ന്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തോടുള്ള ദൈവിക ആലോചനയായി, ദൈവിക അരുളപ്പാടായി ഇന്നത്തെ ഈ സന്ദേശം മാറ്റപ്പെടുമെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. James, the brother of Jesus, is giving us a great promise through the letter he has written to the churches and the Christians, and it will make a greater impact in your life, and I believe that this will be a great blessing for you. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, അവിടെ ഒരു സഹനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹിക്കുന്ന മനുഷ്യൻ. അടുത്ത പദം എന്ന് പറയുന്നത്, അങ്ങനെ ആ പരീക്ഷകൾ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അടുത്തൊരു ലെവലിലേക്ക്, ഒരു മേജർ ഷിഫ്റ്റിലേക്ക് ആ മനുഷ്യൻ പ്രവേശിക്കുകയാണ്. പരീക്ഷകളിലൂടെ കടന്നുപോയ മനുഷ്യൻ. അടുത്ത വാക്യം പറയുന്നു, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തതായ ജീവകിരീടത്തെ ആ വ്യക്തി പ്രാപിക്കുവാനിടയാകും. നമ്മളെല്ലാവരും യേശു കർത്താവിനെ അനുഗമിക്കുന്നതും ആരാധിക്കുന്നതും രക്ഷിക്കപ്പെട്ടതും ദൈവകൽപ്പന അനുസരിച്ചതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ലോകപരമായ പല കാര്യങ്ങളെയും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട്, ലോക വഴികളെ വിട്ടുകൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യത്തിനു വേണ്ടി നാം ചുവടുകൾ വെച്ചതും, എൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായ എൻ്റെ കാര്യം പ്രസംഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണല്ലോ. വ്യക്തിപരമായി ഒരു സാക്ഷ്യം പോലെ പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതും ഞാൻ സ്നാനപ്പെട്ടതും ഞാൻ ദൈവകൽപ്പന അനുസരിച്ചതും പല പാരമ്പര്യങ്ങളെയും വിട്ട് ദൈവജന സത്യത്തിന് വേണ്ടി ചുവടുകൾ വെച്ചതൊക്കെ ഈ പറയപ്പെട്ട കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ ജീവകിരീടത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടിയാണ്, അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അത് വിശ്വസിച്ചുകൊണ്ടാണ്, അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, നിങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ ലോകവും അതിൻ്റെ മോഹവും ഒക്കെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ്. ഇഹലോകത്തിലേക്ക് വന്നപ്പോൾ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടുന്ന് തിരികെ പോകുമ്പോഴും നമുക്കൊന്നും തിരിച്ചു കൊണ്ടുപോകാനും സാധ്യമല്ല. നമുക്ക് നേടിയെടുക്കുവാനുണ്ടെങ്കിൽ, നമുക്ക് ലഭ്യമാകുവാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ കാത്തിരിക്കേണ്ടത് ഇവിടെ യാക്കോബ് പറഞ്ഞതായ, ദൈവം വാഗ്ദത്തം ചെയ്തതായ ആ ജീവകിരീടമാണ്. In James chapter 1 verse 12, the apostle gives this idea of a person who endures temptation, who endures through the temptation, and that endurance will bring him into a major shift, into a next level of his life and anointing. And after that, it's straightly given that such a person will be receiving the crown of life. Personally, if you hear my testimony, I have renounced my former ways, my former tradition, and have accepted Jesus Christ just because of the fact that I have a crown of life which is waiting for me. If you have such kind of a great expectation, that kind of an anticipation in your life, then your life will be a blessing. Otherwise, we have not brought anything into this world, and we will not be taking anything out of this world. ഈ ജീവകിരീടം പ്രാപിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് യാക്കോബ് അത് പറയുന്നുണ്ട്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തതായ ജീവകിരീടം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്കും പരീക്ഷകൾ സഹിക്കുമ്പോഴും, കഷ്ടതകൾ വെളിപ്പെടുമ്പോഴും, വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആ സാഹചര്യങ്ങളിലൊന്നും പിറുപിറുക്കാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുവാനായി ജീവിതത്തെ പൂർണ്ണമായി, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ, ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒരു വെല്ലുവിളി കടന്നു വരുമ്പോൾ വാസ്തവമായി നമ്മളെല്ലാവരും പതറാറുണ്ട്, ചിലപ്പോൾ അല്പമായിട്ട് ഇടറിപ്പോകാറുണ്ട്. മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ അവരെ ബലപ്പെടുത്താറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വചനം പറഞ്ഞു കൊടുത്തും പ്രാർത്ഥിച്ചും ദൈവാലോചന പകർന്നു കൊടുത്തും ഒക്കെ അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നാം ശ്രമിക്കാറുണ്ട്. പക്ഷേ വ്യക്തിപരമായി നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെല്ലുവിളികളോ കഷ്ടതകളോ പ്രതിസന്ധികളോ ഒക്കെ വരുമ്പോൾ പല ആൾക്കാരും, വ്യക്തിപരമായി ഞാനും പറയട്ടെ, ചില സമയങ്ങളിലൊക്കെ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടുമൊക്കെ അല്പം
ഡൗൺ ആയി പോകാറുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിലും നമ്മുടെ ഹൃദയത്തിനകത്ത് തെളിഞ്ഞു വരേണ്ടതായ ഒരു തിരുവെഴുത്താണ് ഇവിടെ വായിക്കപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൻ്റെ നടുവിലും നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കേണ്ട, തെളിവായി നിൽക്കേണ്ട, ഉറപ്പുണ്ടായിരിക്കേണ്ട, നിശ്ചയമുണ്ടായിരിക്കേണ്ട ഒരു ഭാഗമാണ് പ്രിയ സഹോദര സഹോദരി ദൈവത്തിൽ ഇവിടെ വായിച്ചത്. കാരണം കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നവർ ഒന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, രണ്ട് പരീക്ഷകൾ സഹിച്ചുകൊണ്ട് കൊള്ളാവുന്നവനായി ഈ ശോധനയിലൂടെ കർത്താവിനെ തള്ളിപ്പറയാതെ അവൻ്റെ വചനത്തെ വിസ്മരിച്ച് കളയാതെ വിശ്വാസത്തിൽ നിന്ന് തെല്ലും പുറകോട്ട് പോകാതെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുകയും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയാതെ എൻ്റെ ദൈവം ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കുന്നവനല്ല, അവൻ അങ്ങനെ ആരെയും പരീക്ഷിക്കാറില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടത് കൊണ്ടാണ്. ഒരു പക്ഷെ ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്നെ കുറച്ചും കൂടെ കർത്താവിന് വിശുദ്ധീകരിക്കുവാനും, എന്നെ കുറച്ചും കൂടെ തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനും, എന്നെ കുറച്ചും കൂടെ ദൈവത്തിന് പണിതുയർത്തുവാനും, എൻ്റെ ജീവിതത്തിൽ വന്ന ചില തെറ്റുകളെ ദൈവം തിരുത്തി എന്നെ പണിതുയർത്തി അവന് കൊള്ളാവുന്ന ഒരു ആയുധമായി, അവൻ്റെ കയ്യിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു അമ്പായി, അവൻ്റെ പൂണിയിലെ ഇണങ്ങിയ ഒരു ആയുധമാക്കി എന്നെ മാറ്റാനായിരിക്കാം എൻ്റെ ദൈവം എന്നെ ഇതിലൂടെ ഒക്കെ കടത്തി വിടുന്നെന്നുള്ളൊരു ഉറച്ച ബോധ്യം അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ സാഹചര്യത്തിലും അവർക്ക് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കുവാനും കഴിയുകയുള്ളൂ. Apostle James makes it clear that what kind of people are coming out of this temptation. The people who love God, who has a great love towards the Lord. When problems come into your life, you may be sometimes you might have stumbled or you might have murmured, but all these things of a downcast soul can happen to your life. It happens to every person's life, and in such kind of situation, when you are tried too much, when the whole life takes a great toll on you, if you hold fast to the Lord, if you cling to His promises, if you cling to His word, if you do not murmur, if you hold steadfast to Him, to such people are the Lord giving a crown of life. And James makes it clear that such people should be proved, they should be approved at the end, so that they have come out of such kind of temptation. And these temptations and trials and sufferings are not simply given to your life. It is to try you, it is to test you, it is to purify you, it is to make a great cleansing in your life, and you are coming out of the temptation more refined like a gold. നമ്മൾ ഇന്ന് ഇവിടെ വായിച്ചല്ലോ പ്രിയപ്പെട്ടവരെ, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ആ നിലകളിൽ. ഇത് യാക്കോബ് തൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇതിനൊരു ഉദാഹരണം, ഇതിന് വ്യക്തമായി തെളിവുകളോടുള്ള ഒരു ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തു ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും കൂട്ടി തൻ്റെ മകനായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ഹോമയാഗത്തിന് വിറകും കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. നോക്കിയേ, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം വെളിപ്പെടുന്നത്. ആ 22-ാം അധ്യായത്തിൽ അബ്രഹാം കടന്നു പോകുന്ന ഒരു പരിശോധന, അബ്രഹാം കടന്നു പോകുന്ന ഒരു പരീക്ഷ, അബ്രഹാം കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന സംഭവവും കൂടെ ഒന്ന് ചേർത്ത് നമ്മൾ പഠിച്ചാൽ, തിരുവെഴുത്തുകളെ ആ നിലയിൽ ഒന്ന് ശോധന ചെയ്താൽ വളരെ വ്യക്തമാക്കാൻ കഴിയും. ഇനി അതിന്റെ 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കി.
അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. നമുക്ക് ഈ സാഹചര്യം അറിയാം. അബ്രഹാമിന് വളരെ വാർദ്ധക്യത്തിങ്കൽ ലഭിച്ചതാണ് ഇസഹാക്ക് എന്ന ഈ മകൻ. 75 വയസ്സിൽ അബ്രഹാം കേട്ട ദൈവികമായ വാഗ്ദത്തങ്ങൾ 25 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന് ലഭ്യമായി തീരുകയാണ്. 75 വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം 99 വയസ്സ് വരെയും മരണപ്പെട്ടില്ല. 75 വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം ഒരിക്കലും അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടായില്ല. ഞാൻ ഇനി മെസ്സേജ് കേൾക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട്, എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടോ നിങ്ങളുടെ കുടുംബത്തോടോ സഭയോടോ ശുശ്രൂഷയോടോ ഒരു വാഗ്ദത്തം അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഗ്യാപ്പിൽ ആ വാഗ്ദത്തം ഫുൾഫിൽ ആകുന്നതിനും ആ വാഗ്ദത്തം പറയുന്നതിനും ഇടയിലുള്ള ഗ്യാപ്പിൽ നിങ്ങളെ സൂക്ഷിക്കുവാൻ, നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. കാരണം ദൈവം വാഗ്ദത്തങ്ങളിൽ അതിവിശ്വസ്തനായ ദൈവമാണ്. ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആമീൻ, നിങ്ങൾ മനസ്സിലാക്കുക, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഈ പരീക്ഷ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ഒരു പ്രമോഷനായി മാറുകയാണ്. തൻ്റെ ശുശ്രൂഷയിൽ, തൻ്റെ ലൈഫിൽ, എല്ലാ മേഖലകളിലും അബ്രഹാമിനെ ദൈവം ഒരു ഉന്നതമായ നിലകളിലേക്കും നിലവാരങ്ങളിലേക്കും ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ്. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് യാഗം കഴിക്കാനായി കടന്നു പോകുന്ന സാഹചര്യത്തിൽ അബ്രഹാം ഒരിക്കലും തൻ്റെ ഭാര്യയായ സാറയോട് അനുവാദം ചോദിച്ചില്ല. പല കാര്യങ്ങളും ഇവർ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുന്നവരായിരിക്കും, പല കാര്യങ്ങളും ഒന്നിച്ച് അവർ ചർച്ച ചെയ്യുന്നവരായിരിക്കും. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, നല്ല ഭാര്യയും ഭർത്താവുമാണ് അബ്രഹാമും സാറയും. മാതൃകാ ദമ്പതികളാണ് അബ്രഹാമും സാറയും, അനുഗ്രഹിക്കപ്പെട്ടവരാണ് അബ്രഹാമും സാറയും. അവരൊരു പക്ഷെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നവരാണ്, ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇസഹാക്കിനെ ദൈവത്തിന് ബലി കഴിക്കുവാൻ, ദൈവത്തിന് യാഗം കഴിക്കുവാൻ ദൈവം ചോദിക്കുമ്പോൾ സാറയുടെ അനുവാദം ഒരിക്കലും അബ്രഹാം തേടുന്നില്ല. കാരണം ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് അതൊരു കുടുംബപരമായ ബന്ധമല്ല, അതൊരു സാമൂഹികപരമായ ബന്ധമല്ല, അത് ഭാര്യയുടെ അനുവാദത്തിൽ, ഭർത്താവിൻ്റെ അനുവാദത്തിൽ ചെയ്യേണ്ട ഒന്നല്ല. അത് ഭാര്യയോടുള്ള ഉടമ്പടിയല്ല, അത് ദൈവത്തോടുള്ള ഉടമ്പടിയാണ്, അത് ദൈവത്തോടുള്ള ബന്ധമാണ്. അബ്രഹാം സാറയോട് ആ കാര്യം ചോദിക്കാഞ്ഞതിൻ്റെ കാരണം തനിക്കുള്ള എല്ലാറ്റിനേക്കാൾ അധികമായി, തൻ്റെ ഭാര്യയേക്കാൾ അധികമായി, തൻ്റെ സ്വത്തുക്കളേക്കാൾ അധികമായി, തൻ്റെ വസ്തുവകകളേക്കാൾ അധികമായി, താൻ ഈ ഭൂമിയിൽ നേടിയെടുത്ത സകല പദവികളെയും പരമോന്നതമായ സ്ഥാനങ്ങളെക്കാളും അധികമായി താൻ പ്രിയം വെച്ച ദൈവത്തെ, യഹോവയെ, എലോഹീമിനെ, അഡോനായിയെ, എൽ ഷഡായിയെ, എൽ എലോഹീമായവനെ, എൽയോനായവനെ, ജഹോവ ജൈറയായവനെ താൻ സ്നേഹിച്ചവനാണ്, താൻ ആരാധിച്ചവനാണ്. തൻ്റെ എല്ലാറ്റിനേക്കാളും അധികമായി അബ്രഹാം ദൈവത്തെ ബഹുമാനിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, in James chapter 1 verse 13 we find that the Lord never tempts anyone with evil. If you go to Genesis chapter 22, you can find the Lord is testing Abraham, and the Lord asked Abraham to take Isaac, the son which he loves so much, to Mount Moriah and to make him a burnt offering. And you find Abraham takes his son, saddles his donkey and sets journey to sacrifice his son. And one thing we can find here is that this son is a result of 25 years of eagerly waiting for the promise to be delivered. And you can get a message from here: if the Lord has given you a promise, that promise he will deliver in due time, and the time period which you have to wait, the Lord will be protecting you under his mighty wings. Second thing, Abraham loved Lord above everything else. He
did not love his son more than the Lord. He did not love his wife more than the Lord. He did not even consult his wife about the sacrifice which is going to take. He set a clear-cut boundary markers in relation to the worship to the Lord. If you love the Lord, the worship is not something which you consult with everyone and at last you deliver. Worship is something, your relationship with God is something which is very personal, is between you and God. The covenant you have not made with any humans, the covenant you have made with the Lord. That's the kind of exceptional love which this man Abraham showed towards the Lord. അബ്രഹാമിന് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെയും പരിശോധനയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മോറിയായിൽ കാണാൻ കഴിയുന്നത്. താൻ എത്രയധികം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും താൻ എത്രയധികം ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിശോധനയാണ്, ഒരു പരീക്ഷയാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. നമ്മളൊക്കെ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ 5ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയത്? 6ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ഉണ്ടാകാൻ. എന്തിനു വേണ്ടിയാണ് 9ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയത്? 9ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയത് 10ാം ക്ലാസ്സിലേക്ക് നമുക്ക് പ്രൊമോഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് +1ൻ്റെ പരീക്ഷ എഴുതിയത്? +2ലേക്ക് നമുക്ക് പ്രൊമോഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. എപ്പോഴും ഓർക്കണം, ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം ഇടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാകും, ചോദ്യപേപ്പറുകൾ ഉണ്ടാകും. ആ ചോദ്യപേപ്പറുകളുടെ മുൻപിൽ വിറച്ചു പോകാതെ, പതറിപ്പോകാതെ, ഇടറിപ്പോകാതെ ദൈവം ഇടുന്നതായ എക്സാമിനേഷനുകൾ, ദൈവം കടത്തിവിടുന്നതായ പരീക്ഷകൾ നിങ്ങൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിറകണ്ണുകളോടുകൂടെ ആണെങ്കിലും കാലുകൾ ഇടറിപ്പോകാതെ, അധരങ്ങൾ വിതുമ്പിപ്പോകാതെ, ചങ്ക തകർന്നു പോകാതെ ആ പരീക്ഷകളെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടുകൂടെ എഴുതുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പലർക്കും കയറുവാൻ കഴിയാത്ത മേഖലകളിലേക്ക്, പലർക്കും കിട്ടിയിട്ടില്ലാത്ത നന്മകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ചിലർ ചോദിക്കുന്നില്ലേ, എന്താ ബ്രദറെ, എന്താ പാസ്റ്ററെ, എനിക്ക് മാത്രം ഈ പ്രതിസന്ധി, എന്താ പ്രതികൂലം? അബ്രഹാമിനോടൊന്ന് ചോദിച്ചു നോക്കി എൻ്റെ സഹോദരങ്ങളെ. ആ കുഞ്ഞിനെ കണ്ട്, അവൻ്റെ കണ്ണ് കണ്ട് കണ്ടും കളിച്ചും ലാളിച്ചും അതിനെ, ആ കുഞ്ഞിനെ സന്തോഷിപ്പിച്ചും സ്നേഹിച്ചും അവൻ്റെ കൊതി തീർന്നില്ല കേട്ടോ. ഹൃദയത്തിനകത്ത് ആ കുഞ്ഞിനോടുള്ള സ്നേഹം തുളുമ്പി നിൽക്കുന്ന സാഹചര്യത്തിൽ, തുളുമ്പി പാത്രത്തിൽ നിന്ന് വെള്ളമൊഴുക്കുന്നത് പോലെ അബ്രഹാമിൻ്റെ ഉള്ളത്തിൽ ഇസഹാക്കിനോടുള്ള സ്നേഹം തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സാറ ലാളിച്ച് അവനെ കൊതി തീരാതെ അണച്ചരികിൽ നിർത്തുന്ന സാഹചര്യത്തിൽ ദൈവം ആ പൈതലിനെ ചോദിക്കുന്ന സമയത്ത് അബ്രഹാമിന്റെ മുമ്പിൽ വെളിപ്പെട്ട ചോദ്യപേപ്പർ എന്തായിരുന്നു അറിയാം? അബ്രഹാമേ, നീ എന്നെയാണോ സ്നേഹിക്കുന്നത്? നിന്റെ മകനെയാണോ അധികമായി സ്നേഹിക്കുന്നത്? അബ്രഹാമേ, നീ എന്നിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്, അതോ നിന്റെ തലമുറയിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? ആ പരീക്ഷയുടെ നടുവിലും അബ്രഹാം തോറ്റില്ല പ്രിയപ്പെട്ടവരെ. അബ്രഹാം അവിടെ ആ പരീക്ഷയിൽ ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് നടന്നു പോകുമ്പോൾ കയ്യിൽ കീറിയെടുത്ത വിറകും അരയിൽ കത്തിയും തീയുമായി അബ്രഹാം പുറപ്പെടുമ്പോൾ, ഒന്നിച്ച് നടന്ന് മോറിയ മല ചവിട്ടിക്കേറുമ്പോൾ അബ്രഹാമിന്റെ ഓരോ ചുവടുവെപ്പുകളിലും ഇസഹാക്കിനോടുള്ള സ്നേഹമല്ല അവിടെ തുളുമ്പി ഒഴുകുന്നത്, ദൈവത്തോടുള്ള സ്നേഹമാണ് അവിടെ തുളുമ്പി ഒഴുകുന്നത്. ഇസഹാക്കിനുള്ള ആശ്രയമല്ല അവിടെ തുളുമ്പി ഒഴുകുന്നത്, ദൈവത്തിലുള്ള ആശ്രയമാണ് അവിടെ തുളുമ്പി ഒഴുകുന്നത്. ഈ പരീക്ഷകളുടെ നടുവിൽ, ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ജീവിതത്തിൽ ഏതെങ്കിലും വെല്ലുവിളികളുടെ നടുവിൽ നിങ്ങളിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ, അയ്യോ കുഞ്ഞെ, എഴുതി തോറ്റുപോകല്ലേ. ഈ പരീക്ഷയുടെ മുമ്പിൽ നീ തളർന്നു പോകല്ലേ. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ ശത്രുവിന്റെ മുമ്പിൽ അടിയറവ് പറയരുതേ. വിശ്വാസത്തിൽ, പരീക്ഷയുടെ നടുവിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, അവനോടുള്ള ആശ്രയത്തിൽ, അവനോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ നിനക്ക് മുന്നേറുവാൻ കഴിയുമെങ്കിൽ നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ, അനേകർക്കൊരു പിതാവാക്കി മാറ്റുവാൻ, അനേകർക്കൊരു മാതാവാക്കി മാറ്റുവാൻ, അനേകർക്കൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ, അനേകർക്കൊരു അത്ഭുതമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി, 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 ഹല്ലേലൂയ. Most of the times people ask, why these problems to me, why these testings and trials and ordeals in my life, and why I am suffering all these things. And this question is a question which people of all ages have every time asked when sufferings come into their life. It's just like a question paper which the Lord gives to
us, it's like a question paper which an ordinary student gets in his examination. He or she is writing that question paper. It is for not for any evil intended in that paper. It is for that student to be promoted into the next class. Just like that, Abraham was given a question paper. What was the question? The question was just this: do you love me than this child which you cherish so much? Abraham haven't loved him enough. Sarah haven't rocketed him enough. And it was in such situation he was asked that child. Abraham, while climbing the hills of Mount Moriah, it was not the love for his child which was overwhelming in his heart. It was his supreme love towards the Lord that was overwhelming and outflowing in his heart. And you may ask, why these trials and why this temptation to me? Each and every trials and temptations are stepping stones to another level of anointing, another level of greater ministry, another level of blessing which is coming into your life. It is to make you a blessing for others. It is for making you a father for those who believe. It is not to harm you. It is not to make you breaking. It is to make you a great blessing for others. അബ്രഹാമിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നിനെയാണ് ദൈവം ചോദിക്കുന്നത്. ഏറ്റവും നമ്മൾ വലുതായി കാണുന്ന, നമ്മൾ ഏറ്റവും വിലപ്പെട്ടതായി കാണുന്ന, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നത് എന്തെങ്കിലും ദൈവം നിന്നോട് തിരികെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മടക്കി തരുവാൻ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു പരീക്ഷയെ ദൈവം അനുവദിക്കുമ്പോൾ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്ന, മക്കളെ നീ പതറിപ്പോകരുത്. എല്ലാവർക്കും ഈ പരിശോധനകളില്ല, എല്ലാവർക്കും ഈ കഷ്ടതകളില്ല. പരീക്ഷ സഹിക്കുന്ന, ഇതിനകത്തൊരു സഹനമുണ്ട് കേട്ടോ. ആ സഹനം ഭയങ്കരമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെ ദൈവം കൊള്ളാവുന്നവനായി തെളിയിച്ചെടുക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു മിലിറ്ററി ക്യാമ്പിൽ, ഒരു ആർമി ക്യാമ്പിൽ അവനെ ഒത്തിരി ട്രെയിനിങ്ങിലൂടെ കയറ്റിവിടും. അവന് ചെയ്യാൻ പറ്റാത്ത, അവൻ ടയേർഡായി പോകുന്ന സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. പക്ഷേ അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? അവനെ കൊള്ളാവുന്ന ഒരു പട്ടാളക്കാരനാക്കി മാറ്റുകയാണ്, അവനെ കൊള്ളാവുന്ന ഒരു പോലീസുകാരനാക്കി മാറ്റുകയാണ്, അവനെ കൊള്ളാവുന്ന ഒരു ഓഫീസറാക്കി മാറ്റുകയാണ്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവവും നമ്മളെ കൊള്ളാവുന്നവരാക്കി മാറ്റുവാൻ, ശക്തരാക്കി മാറ്റുവാൻ ചില സാഹചര്യങ്ങൾ അനുവദിക്കും. ഇത് പരിശുദ്ധാത്മാവ് ആരോടോ ഒരു ആലോചനയായി, ഒരു ദൂതായി, ഒരു സന്ദേശമായി ഇത് പറയുന്നത് എനിക്ക് ആത്മാവിൽ വളരെ വ്യക്തമായിട്ട് അറിയാം. അവരോട് കർത്താവ് പറയുകയാണ്, ആമീൻ, ഇത് തകർച്ചയ്ക്കല്ല, ഇത് തകർത്ത് കളയാനല്ല, ഇത് നിന്നെ ഉടച്ചു കളയാനല്ല, ഇത് നിന്നെ ഇല്ലാതെയാക്കുവാനല്ല, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാനും നിന്റെ ദൈവം ഒരു അത്ഭുതമാണെന്ന് ലോകത്തെ തെളിയിക്കുവാനും, ആമീൻ, നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് വെളിപ്പെടുത്തുവാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ആമീൻ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ദൈവം വിശ്വസ്തൻ. God is faithful. God is faithful to you. God is faithful to your family. God is faithful to your ministry. God is faithful to your job. God is very, very, very faithful to you, my brothers and sisters. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവം നിങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പരിഹാരമുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ,
എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അബ്രഹാം മോറിയ മലയിലേക്ക് കയറുമ്പോൾ ദൈവം അനുവദിച്ചതായ പരീക്ഷകൾ താൻ നേരിടുമ്പോൾ അബ്രഹാമിനറിയാം ഇതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അപ്പാ വിറകും കത്തിയുമുണ്ട്, യാഗമൃഗം എവിടെ? അബ്രഹാം പതറിയില്ല, വാക്കിന്റെ മുൻപിൽ തെല്ലും ഇടറിയില്ല. ഒട്ടും അബ്രഹാം അതിശയോക്തിയോടെ ഇസഹാക്കിനെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അബ്രഹാം അധരങ്ങളെ തുറന്ന് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഏതൊക്കെയോ സാഹചര്യങ്ങളുടെ മുൻപിൽ ഇങ്ങനെ പകച്ച് പതറി ഇടറി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ആ പ്രിയപ്പെട്ട കുടുംബത്തോട് കർത്താവ് പറയുകയാണ്, യഹോവ കരുതിക്കൊള്ളും. ജഹോവ ജൈറ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രൊവൈഡ് ചെയ്യും. മോറിയ മലയിലേക്ക് കയറുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ അബ്രഹാം കണ്ടില്ല. ആമീൻ. കല്ലുകൾ പെറുക്കി യാഗപീഠം പണിയുമ്പോൾ ദൈവത്തിന്റെ കരുതലുകളെ അബ്രഹാം കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ആമീൻ ആമീൻ. വിറകുകൾ അടുക്കി ഇസഹാക്ക് എന്ന ഏകപുത്രന്റെ കൈകാലുകൾ കെട്ടി വിറകിന്റെ മുകളിൽ കിടത്തി ആമീൻ കത്തിയൂരി അവന്റെ മാറ് പിളർക്കുവാൻ തുടങ്ങുമ്പോൾ കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ കയറിയ ഒരു ദൈവമുണ്ട്. ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിന്റെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഇങ്ങനെ ഞൊടിയിടുന്ന ഒരു നേരത്തിന്റെ ഇടയിൽ കയറിയ ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയട്ടെ, എല്ലാം അവസാനിച്ചു, എല്ലാം തകർന്നു എന്ന് കരുതി ചിന്തിക്കുന്ന ആ ഒരു മൊമെന്റിൽ, ആ ഒരു സെക്കൻഡിൽ നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ആമീൻ സ്വർഗം ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അത് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും ഉണ്ടാക്കും. അതെ, ആ മോറിയ മലയിൽ മുൾപടർപ്പിനകത്ത് ഒരാട്ടുകൊറ്റനെ ദൈവം അബ്രഹാമിന് വേണ്ടി കുരുക്കിയിട്ടിരുന്നു. യഹോവ കരുതിക്കൊള്ളുമെന്ന് വായ്കൾ തുറന്നു പറഞ്ഞ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുൻപിൽ, ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തിന്റെ മുൻപിൽ, ആശ്രയത്തിന്റെ മുൻപിൽ, പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവത്തിന്റെ കരുതലുകളെ ദൈവം അതിന്റെ മുകളിൽ തനിക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. അബ്രഹാമേ എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട്, ബാലന്റെ മേൽ കൈവെക്കരുതെന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദൈവത്തിന്റെ കരുതലുകളെ അബ്രഹാമിന്റെ കണ്ണുകൾ കൊണ്ട് താൻ കണ്ടതുപോലെ, താൻ കൈനീട്ടി അതിനെ പിടിച്ച് യാഗമാക്കി തീർത്തതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രൊവിഷനുകൾ, ദൈവത്തിന്റെ കരുതലുകൾ, ആമീൻ. നീ വിശ്വാസം പറഞ്ഞില്ലേ? ചില കാര്യത്തിൽ നീ ചില ഡിക്ലറേഷൻ, നിങ്ങൾ ചില ഡിക്ലറേഷൻസ് നടത്തിയില്ലേ? ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ വീട്ടിൽ നടത്തിയില്ലേ? ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്തിരുന്ന് പിടിച്ചുകൊണ്ട് ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിയില്ലേ? വീട്ടിനകത്തിരുന്നു കൊണ്ട് ചില വിശ്വാസ പ്രഖ്യാപനം നടത്തിയില്ലേ? ചർച്ചിനകത്ത് ദൈവദാസന്മാരെ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചില വിശ്വാസ പ്രഖ്യാപനം നടത്തിയില്ലേ? നിങ്ങൾ അധരങ്ങൾ കൊണ്ട് വിളിച്ചു പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കുകളെ നിന്റെ കണ്ണുകൊണ്ട് കാണിക്കുവാൻ, നിന്റെ കരത്തിൽ എത്തിക്കുവാൻ, ആമീൻ, അതിനകത്ത് നിന്നെ ആക്കി വെക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുക. അതത്രേ ഈ ചരിത്രം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. Apostle Paul says in 1 Corinthians 10 verse 13, no temptation has overtaken you except such as is common to man, but God is faithful, who will not allow you to be tempted beyond what you are able, but with temptation will also make a way of escape that you may be able to bear it. If you look into the life of Abraham, as he was climbing Mount Moriah, Isaac asked him a very straightforward question. We have the fire, we have the knife, and where's the animal for sacrifice? And Abraham, without any hesitation, he looks at the eyes of Isaac and says, the Lord will provide. And as he moved, nothing happened. As he went at the top of the mountain, nothing happened. He was making the arrangements, nothing he saw. And on top of the altar, he was placing Isaac, nothing happened. But between the time, in a split second, between the knife and the lad's neck, you find God's intervention. Yes. And what Abraham proclaimed with his mouth, that Lord will provide, that he was able to see with his eyes. He saw a ram caught in the thicket of the forest in its horns, and he saw
what he proclaimed with his mouth, what you have proclaimed in your situation, Yes. what faith proclamations you have made in the family, you Amen. have made in the church. The Lord is going to open ways so that your eyes may see what you have proclaimed. ആമേൻ. ഈ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അനുവദിക്കാതെ, ദൈവം സമ്മതിക്കില്ല മക്കളെ. നിങ്ങൾക്ക് കഴിയാൻ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന്റെ ആ പരിധിയുടെ അപ്പുറത്തേക്ക് ആ സംഭവം പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കാമോ? ദൈവം സമ്മതിക്കത്തില്ല. സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പോക്കുവഴിയും പരിഹാരവും അവൻ ഉണ്ടാക്കും. എന്താണ് ഈ പാസ്റ്റർ നമ്മൾ ഈ ഭാഗം വായിക്കുകയാണ്? ഒരു സംഭവത്തെ ബന്ധപ്പെടുത്തിയാണ് പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻസിഡൻസിനെ, പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ചുള്ള അതിപ്രധാനപ്പെട്ട ഒരു സംഭവത്തെ അത് മനസ്സിലാക്കണമെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ നമ്മളിപ്പോൾ വായിച്ച 10-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചേ. 5-6 വാക്യം, 5-6. യെസ്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഒരു ഗ്രൂപ്പിനെ കുറിച്ച്, ഒരു കൂട്ടത്തെ കുറിച്ച് പറയുന്നു. ശരിക്കും ആ കൂട്ടത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കൂട്ടമാണ്. നമ്മളെപ്പോഴും ദൈവദാസന്മാരും വേദപണ്ഡിതന്മാരും പഠിപ്പിക്കുന്നവരും ഒക്കെ പരാമർശിക്കുന്ന ഒരു പദമാണ് നിഴലും പൊരുളും. ഇപ്പൊ ഞാനുണ്ടെങ്കിലേ നിഴലുള്ളൂ. നിഴലെന്ന് പറയുന്നത് ഞാനിവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഞാനില്ലെങ്കിൽ നിഴൽ ഇവിടെയില്ല. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ, ഒരു വെളിച്ചത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ നിഴൽ അവിടെ വരുന്നതിൻ്റെ കാരണം നിങ്ങൾ അവിടെ പ്രസന്റ് ആണ്, നിങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ നിഴൽ വരുന്നത്. അപ്പം നിഴലും പൊരുളും എന്ന് നമ്മൾ പറയുന്നത് പോലെ പഴയ നിയമ ഇസ്രായേൽ സഭ പുതിയ നിയമസഭയ്ക്കും നിഴലാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ അത് നമ്മൾ സഭയാകുന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം പൗലോസ് അവിടെ പറഞ്ഞിട്ടുമുണ്ട്, അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുതെന്ന്. അപ്പം അവർക്ക് സംഭവിച്ചത് എന്താണ്? 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഓക്കെ, ഇത് നമുക്ക് സംഭവിക്കരുത്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ദേവദാസനെ പ്ലീസ്. From 1 Corinthians chapter 10 verse 13, the Lord says, no temptation has overtaken you except such is uncommon to man, and it says that the Lord will not allow you to be tempted beyond what you are able. The Lord clearly says He will not allow beyond the measure which we can bear. And a classic example you can find if you take from the beginning part of the chapter. This is talking primarily about the people of God, Israel. And Israel is given as a type for the New Testament church. And you can find how these people were tempted, how these people were tried and tested, and how many of them were not able to reach the mark. എന്താണ് പഴയ നിയമ ഇസ്രായേൽ സഭയ്ക്ക് സംഭവിച്ചത്? അവർക്ക് സംഭവിച്ചത് അവിടെ വായിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: അവർക്ക് കഴിക്കുക, കളിക്കുക, കുടിക്കുക, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അത് കൃത്യസമയത്ത് അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണം. നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിറുപിറുക്കുന്ന, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹമായി മാറി. നമ്മൾ അങ്ങനെ ആകരുത് എന്ന് പൗലോസ് ഇവിടെ ഒരു വാണിംഗ് തരികയാണ്. പലപ്പോഴും നമ്മളിൽ പലരും അങ്ങനെയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് മഹത്വം. ദൈവം നല്ലവനും വല്ലഭനുമാണ്, ദൈവം വലിയവനാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, നടക്കേണ്ട സമയത്ത് നടന്നില്ല, കിട്ടേണ്ട കാര്യം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദൈവവും ശരിയല്ല, ദൈവദാസനും ശരിയല്ല, പ്രാർത്ഥനയും ശരിയല്ല, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അനവധി ആൾക്കാരുണ്ട്.
ഇതും ദൈവം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, ദൈവം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് നല്ലതല്ലെന്ന്, that is not good for your eternal life, that is not good for your future, that is not a blessing, അതൊരു അനുഗ്രഹമല്ല എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അവർ പിറുപിറുത്തത് കൊണ്ട്, ദൈവത്തെ ചോദ്യം ചെയ്തത് കൊണ്ട്, ദൈവത്തെ സംശയിച്ചത് കൊണ്ട് ആ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ എഴുതിയിട്ടുണ്ട്, അവർ സംഹാരിയാൽ നശിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നശിച്ചു പോകുവാനുള്ളവരല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ളവരാണ്. നാം തകർന്നു പോകാനുള്ളവരല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ പണിതുയർത്താൻ വേണ്ടിയാണ്. ഞാൻ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും വായിക്കപ്പെട്ട തിരുവെഴുത്തുകളിൽ നിന്നും പ്രിയ സഭയോട്, ദൈവമക്കളോട് സ്നേഹത്തോടെ പറയട്ടെ, ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികൾ, കഷ്ടതകൾ, വെല്ലുവിളികൾ, അങ്ങനെ ദൈവം എന്തെങ്കിലുമൊക്കെ ലൈഫിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും നമ്മുടെ പരാജയത്തിനല്ല, നമ്മുടെ വിജയത്തിനാണ്. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. അത് തകർച്ചയ്ക്കല്ല, അത് അനുഗ്രഹത്തിനാണ്. അതിൻ്റെ പിറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സർവോപരിയായിട്ട് നമ്മളെ ഇങ്ങനെ നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തി നമ്മളെ പണിതുയർത്താൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യും. കർത്താവിൻ്റെ ദാസന്മാരെ ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യും. നമ്മുടെ പേരൻസ് നമ്മളെ കറക്റ്റ് ചെയ്യത്തില്ലേ? അതെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കറക്റ്റ് ചെയ്യും. നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പഠിച്ച സ്കൂളിൽ നമ്മളെ കറക്റ്റ് ചെയ്തിട്ടില്ലേ? അവരെന്തിനാ നമ്മളെ കറക്റ്റ് ചെയ്തേ? നമ്മൾ പഠിക്കാൻ വേണ്ടി, നമ്മൾ പരീക്ഷ തോറ്റു പോകാതിരിക്കാൻ വേണ്ടി, നമുക്ക് പ്രൊമോഷൻ ഉണ്ടാകാൻ വേണ്ടി, നമുക്ക് നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയല്ലേ അധ്യാപകൻ പിടിച്ചടിച്ചത്? അല്ലാതെ അവർക്ക് അടിക്കുന്നത് ഒരു തൊഴിലായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അവർ തല്ലിയത്, അവർ ശാസിച്ചത്, അവർ വഴക്ക് പറഞ്ഞതൊക്കെ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിൽ തിരുത്തുന്നെങ്കിൽ, വഴക്ക് പറയുന്നെങ്കിൽ, അവരൊത്തിരി നിങ്ങളെക്കാൾ പ്രായമുള്ളവരാണ്. ഈ ലോകത്തിന്റെ ഒരുപാട് പരിചയങ്ങൾ അവർക്കുണ്ട്. നിങ്ങൾ ആ കുഴിയിൽ വീഴുമെന്ന് അവർക്കറിയാം. ആ കുഴിയിൽ നിങ്ങൾ വീണു പോകാതിരിക്കുവാൻ, ആ കുഴിയിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ തിരുത്തുന്നതും നിങ്ങളെ ശാസിക്കുന്നതുമൊക്കെ. ആ അപ്പൻ്റെ ശാസന, ആ അമ്മയുടെ ശാസന നിന്റെ കഴുത്തിൽ മാലയായി കെട്ടിക്കൊള്ളുവാൻ ആമേൻ സദൃശ്യവാക്യത്തിൽ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുമ്പോൾ, അത് നിനക്ക് വഴി കാണിച്ചു തരുമെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ശാസനകളോ, ദൈവം തരുന്ന തിരുത്തലുകളോ അത് നമ്മളെ ഒരിക്കലും തകർക്കില്ല. അത് നമ്മളെ ഒരു ഭയങ്കര ബ്ലെസ്സിങ്ങിലേക്ക് നടത്തും. അങ്ങനെ ദൈവം ഒരുപാട് പേരെ തിരുത്തിയിട്ടുണ്ട്. ദൈവം വലിയ അഭിഷിക്തന്മാരെ തിരുത്തിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇന്നത്തെ സർവീസിൽ പറയാനുള്ള നേരെയില്ല. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. അതൊരു ഉദാഹരണമായിട്ട്. അഭിഷിക്തൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ദാവീദ്. യഹോവ എൻ്റെ ഇടയിലാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു. അഭിഷിക്തനായ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ, യഹോവ എൻ്റെ രക്ഷയും എൻ്റെ വെളിച്ചവുമാകുന്നു, ഞാൻ ആരെ പേടിക്കും, യഹോവ എൻ്റെ ജീവന്റെ ബലം. അതിശക്തമേറിയ ആലോചനകൾ നൽകിയ അഭിഷിക്തനായ ഇസ്രായേലിന്റെ മധുരഗായകനായ രാജാവായ കിങ്ങായ ദൈവം സാമുവേലിന് പ്രത്യേക നിയോഗം കൊടുത്ത് സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് തൈലക്കൊമ്പെടുത്ത് അഭിഷേകം ചെയ്ത അഭിഷിക്തനായ ദാവീദ് ഒരു കുഴപ്പം കാണിച്ചു, ഒരു തെറ്റ് കാണിച്ചു. ദൈവം തിരുത്തി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച പാസ്റ്റർ 2 സാമുവേൽ ചാപ്റ്റർ 12 വേഴ്സസ് 15 to 20. 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യെസ്. ഊരിയാവിന്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവൻ നിലത്ത് കിടക്കുകയും ചെയ്തു. അവന്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിപ്പാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല. അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. എന്നാൽ 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞു മരിച്ചു എന്ന് ദാവീദിനെ അറിയിപ്പാൻ ഭൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞ് ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞു മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ തനിക്ക് തന്നെ വല്ല കേടും വരുത്തുമെന്ന് അവർ പറഞ്ഞു. ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തന്റെ ഭൃത്യന്മാരോട് കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ ദാവീദ് നിലത്തുനിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്നു. അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന് മുമ്പിൽ വെച്ച് അവൻ ഭക്ഷിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, നീ ചെയ്തിരിക്കുന്ന എന്ത്? കുഞ്ഞ് ജീവനോടുന്ന സമയം നീ അവന് വേണ്ടി ഉപവസിച്ച് കരഞ്ഞു. കുഞ്ഞ് മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കുഞ്ഞ് ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ച് കരഞ്ഞു. കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ടതിന്
ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴോ അവൻ മരിച്ചുപോയി. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. ഊരിയാവിന്റെ ഭാര്യ ബർഷേബയിൽ നിന്ന് ദാവീദിന് ജനിച്ച കുഞ്ഞിന്റെ കാര്യമാണ് ഈ പറയുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് ബർഷേബയിൽ നിന്ന് ദാവീദിന് കുഞ്ഞ് ജനിച്ചതെന്ന്. വഴിവിട്ട ജീവിതം നയിച്ച ദാവീദ് ബർഷേബയുമായി മറ്റൊരുത്തന്റെ ഭാര്യയുമായി പാപം ചെയ്തു. ഊരിയാവിന്റെ ഭാര്യയുമായി പാപം ചെയ്തു. ആ പാപത്തിൽ നിന്ന്, അങ്ങനെ ഒരു ലൈഫിൽ നിന്ന് ഉളവായി വന്നതാണ് ഈ കുട്ടി. ആ കുഞ്ഞിനോട് ദാവീദിന് വളരെ സ്നേഹം തന്നെയായിരുന്നു. ദാവീദിന്റെ കുഞ്ഞ് തന്നെയാണ്. പക്ഷെ ആ കുഞ്ഞിനെ യഹോവ ബാധിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. കോവിഡ് ബാധിച്ചെന്നല്ല, രോഗം ബാധിച്ചെന്നല്ല. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കി. ആ വാക്യത്തിന്റെ 15-ാം വാക്യം വായിച്ച്. ഊരിയാവിന്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. യഹോവ ബാധിച്ചെന്നോ, കോവിഡ് ബാധിച്ചെന്നോ അല്ലെങ്കിൽ മറ്റൊരു രോഗം? യഹോവ ബാധിച്ചെന്ന് പറഞ്ഞാൽ ദൈവമാണ് ആ കുഞ്ഞിനെ ആ നിലയിലേക്കാക്കിയത്. കാരണം നാം ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, നാം ഒരു റോങ് പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ദൈവവൈതലാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ തിരുത്തിയിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ മകനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ മകളാണെങ്കിൽ ദൈവം തിരുത്തിയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം മക്കളെ ഒരു തെറ്റ് കാണിച്ചാൽ, കുഴപ്പം കാണിച്ചാൽ നിങ്ങൾ തിരുത്തും. അയലോക്കക്കാരൻ്റെ കൊച്ചു കുഴപ്പം കാണിച്ചെന്ന് കരുതി പിടിച്ചടിക്കാൻ പോവില്ല, തിരിച്ചടി കൊള്ളും. അതുകൊണ്ട് സ്വന്തം മക്കളെ മാത്രമേ അപ്പൻ തിരുത്താറുള്ളൂ, സ്വന്തം മക്കളെ മാത്രമേ അപ്പൻ ശിക്ഷിക്കാറുള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷകളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, തമ്പുരാൻ അതിനകത്തൂടെ നിങ്ങളെ കടത്തി വിടുന്നത് തീർത്ത് കളയാനല്ല, തകർത്ത് കളയാനല്ല. ഒന്ന്, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തന്ന് ആ തെറ്റുകളിൽ നിന്ന് നിങ്ങളെ പുറത്തെടുത്ത് നിങ്ങളെ പണിതുയർത്തി ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ആയുധമാക്കി, അതിശക്തനായൊരു വ്യക്തിത്വമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ദാവീദ് ഉപവസിച്ചു. നിലത്ത് കിടന്ന് ഉപവസിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തറയെ കിടന്ന് വട്ടമിട്ട് കറങ്ങി ഉരുണ്ടു, പൂഴിമണ്ണ് വാരിയിട്ട് പ്രാർത്ഥിച്ചു. എന്നാക്കെ ചെയ്തു. ഇത്ര ശക്തനായ മനുഷ്യൻ, ഇത്ര ശക്തനായ അഭിഷേകം വഹിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തില്ല. ആ കുഞ്ഞ് തന്നെ വിട്ടുപോയി. കാരണം എന്താണെന്നറിയാമോ? നീ പാപം ചെയ്താൽ, നീ ഒരു തെറ്റ് ചെയ്താൽ, നീ എൻ്റെ വഴി വിട്ടുപോയാൽ ഞാൻ നിന്നെ തിരുത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നെ കറക്റ്റ് ചെയ്യുന്ന ദൈവമാണെന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് കേട്ടിട്ട് ടിനുപാസ് പറയുന്നത് തെറ്റാണെന്ന് ആരും പറയരുത്. ഞാൻ കൃപയിൽ നിൽക്കുന്നവനാണ്, ഞാൻ കൃപയുടെ കാലഘട്ടത്തിലാണ്, അതുകൊണ്ട് അങ്ങനൊന്നും അല്ലെന്ന് പറയരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനൊന്നും അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് യാക്കോബിന്റെ ലേഖനമൊന്നും നമ്മൾ വായിക്കാൻ പാടില്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. മറ്റൊരു വാക്യം ജിജി പാസ്റ്ററെ, മറ്റൊരു വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് പത്രോസ് പറയുകയാണ്, പരീക്ഷ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പരീക്ഷ എന്തൊരു ശോധനയാണ്? അഗ്നിശോധന. അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച്. നമ്മൾ പറയത്തില്ല ഒരു അപൂർവ കാര്യം എനിക്ക് മാത്രം എന്നാ, എന്നോട് മാത്രം എന്നാന്ന് പറയത്തില്ല. ഒരു അപൂർവ കാര്യം എനിക്ക് സംഭവിച്ചത് എന്ത് എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുതോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ക്രിസ്തുവിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേലിൽ ഉള്ളത് കൊണ്ടാണ് നിന്ന ഈ പ്രതിസന്ധികൾ. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തെ 2 ശക്തികൾ നയിക്കുന്നു. ഒന്ന് ഇരുട്ട്, മറ്റേത് വെളിച്ചം. ഒന്ന് ദുരാത്മാവ്, 2 പരിശുദ്ധാത്മാവ്. എപ്പോഴും 2 രാജ്യം ഇവിടെ ഉണ്ട്. ഒന്ന് ദൈവത്തിന്റെ രാജ്യം, 2 സാത്താന്യ സാമ്രാജ്യം.
ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. ഈ രണ്ട് ആത്മമണ്ഡലങ്ങൾ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, തൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ അടങ്ങിയിരിക്കില്ല. അവർക്ക് എപ്പോഴും നിങ്ങൾക്ക് എതിരുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് ആ ദുർദിവസങ്ങളിൽ എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം നിങ്ങൾ ധരിച്ചുകൊള്ളുവീൻ. ആ 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവീൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഫൈറ്റ് എല്ലാ മേഖലകളിലും ഉണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. നിങ്ങൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, നിങ്ങൾ കർത്താവിന് വേണ്ടി ചുവടുവെക്കുമ്പോൾ, നിങ്ങൾ ദൈവകൃപയിലേക്ക് വരുമ്പോൾ, പൈശാചിക മണ്ഡലം വളരെ അസ്വസ്ഥമാണ്, വളരെ അസ്വസ്ഥമാണ്. പൈശാചിക മണ്ഡലത്തിനോടൊപ്പം നിന്ന് നിങ്ങൾ പെട്ടെന്ന് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവിലായി തീരുമ്പോൾ നിശ്ചയമായിട്ട് വെല്ലുവിളികൾ ഉണ്ടാകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ഒരിക്കലും ലോകം നിങ്ങളെ പകയ്ക്കത്തില്ല. കള്ളുകുടി നടന്നവൻ ഇന്നും ആ കുടിയന്മാരുടെ കൂടെ നടന്നാൽ അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അവര് പിന്നീട് കള്ളു കുടിക്കാൻ വിളിക്കുമ്പോൾ, ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഇനി ഞാൻ ആ വഴിക്ക് വരില്ല, ഇനി ഞാൻ ആ പാപം ചെയ്യാൻ വരില്ല, ഇനി ഞാൻ ആ തെറ്റിന് വരില്ല, ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചെന്ന് അവരോട് പറയുമ്പോൾ ആ ബന്ധങ്ങൾ അവിടെ കട്ട് ഓഫ് ചെയ്യപ്പെടുന്നു. 2, അവർ നിങ്ങൾക്ക് എതിരായി തീരുന്നു. ഇത് സത്യമായ ഒരു കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് വെച്ച് നിങ്ങളാരും അതിശയിച്ചു പോകരുത്. ഇനി അതേ അധ്യായം തന്നെ അതിന്റെ 5-ാം വാക്യത്തിന്റെ 6 മുതൽ 10 വരെ ഒന്ന് വായിച്ചേ, വേഗം വായിച്ചേ. 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ 1 പത്രോസ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രതിയോഗിയായ പിശാച്. അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ട്. നിങ്ങൾക്കൊരു പ്രതിയോഗിയുണ്ട്. നിങ്ങളെ എതിർക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങളെ വിശ്വാസത്തിൽ നകറ്റാൻ ശ്രമിക്കുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മടുപ്പ് കൊണ്ടിടാൻ ശ്രമിക്കുന്ന ഒരുത്തനുണ്ട്. നീ ദൈവകൃപയിൽ നിന്ന് പിന്മാറി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനുണ്ട്. നീ ദൈവസഭയിൽ നിന്നും ആ സ്പിരിച്വൽ കവറിങ്ങിൽ നിന്ന് ഔട്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനുണ്ട്. നിന്റെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും അറിയാവുന്നവൻ, നീ എവിടെ എത്തുമെന്ന് അറിയാവുന്നവൻ, വഴിത്തലയ്ക്കൽ വെച്ച് നീ അവിടെ എത്താതിരിക്കുവാൻ ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ മുൻപിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞത്, നീ എന്നിൽ നിന്ന് കേട്ട വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടേണ്ടതിന് നീ യുദ്ധസേവ ചെയ്യുക, നീ യുദ്ധസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ, തിമോത്തിയോസേ, നീ അനവധിയായ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, പക്ഷേ അതൊക്കെ നിനക്ക് സ്വായത്തമാക്കാൻ കഴിയണമെങ്കിൽ വെറുതെ പറ്റത്തില്ല. ഒരു യുദ്ധത്തിലൂടെ കഴിയുകയുള്ളൂ, ഒരു ആത്മീക പോരാട്ടത്തിലൂടെ കഴിയുകയുള്ളൂ. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, നിനക്കൊരു പ്രതിയോഗി ഉണ്ടെന്നുള്ള സത്യം നീ മറന്നു പോകരുത്. 2, നീ ആത്മീയ ലോകത്തിൽ നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, നീ ഒരു പോർക്കളത്തിലാണ് എന്ന സത്യവും വിസ്മരിച്ചു പോകരുത്. ഒരു യുദ്ധക്കളത്തിലാണ്. ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നവൻ ഓൾ ടൈം, ഓൾ ദ ടൈം ആ മനുഷ്യൻ അലർട്ടായിരിക്കണം. എവിടെങ്കിലും യുദ്ധക്കളത്തിൽ നിൽക്കുന്നവൻ അശ്രദ്ധനായി പോയാൽ അവന്റെ തല പോകുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. നിത്യതയുടെ തുറമുഖത്തെത്തുന്നത് വരെ ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം ഞാൻ കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി മാത്രമല്ല അവനിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ എന്ന് അപ്പോസ്തലൻ പറയുന്നെങ്കിൽ ആ പോരാട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകരുത്. What happens in a trial and a temptation, with the example of Israelites, you find that these people
when they wanted to eat something, they will crave for it. And after they have eaten full, they will have their own kind of playings that happens. And when their needs are not properly met, they will murmur against the Lord. And Apostle Paul clearly says that this is not a good example to follow. Such kind of an attitude will never bring any kind of blessing in your life. And the Lord clearly says, through the trials, through the temptations, through the problems which you undergo, the Lord is correcting you. The Lord is cleaning you. The Lord is cleansing you to the deep. And the servants of the Lord are cleansed by the Lord, corrected by the Lord. You can find an example in David's life. He had a kind of a wayward life, a kind of a blemish that happened in his life. And what happens in 1 Samuel chapter 12 verse 15, the Lord struck the child which Bathsheba bore to David. And that was something which the Lord did to correct this man of God. He was a man after God's own heart, but still the Lord had to correct him. Even his fasting, even his prayer, that did not do any good for that child's life. And when you come to the New Testament, 1 Peter 4 verse 12, we find that do not think that some kind of strange things that happen to you when you are going through such fiery trials. You have to acknowledge the presence of the Lord in your life, and you have to rejoice in the suffering as you are suffering for Christ. Why? We find that in 1 Peter chapter 5 verse 6, that submit to the hand of the Lord that he may exalt you in due time. And you have to be sober. You have to be more vigilant, because as a roaring lion, Satan, the adversary, is after you, and you are in a constant warfare. You are in a war front, and so that you have to be vigilant. The Lord is preparing so that the crown of life is waiting for you, and you will reach there and you will get that. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായിട്ട് നിന്ന സഹിക്കേണ്ടി വന്നാൽ, അപ്പൊ നിന്നയുണ്ട്. എന്തുകൊണ്ട് നിന്നയുണ്ട്? മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിന്നയുണ്ടെന്നേ ഈ പല ആൾക്കാരും, പിശാചിനറിയാം ഒരുത്തനെ ഒതുക്കാൻ, ട്രാപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവനെ ഡിസ്കറേജ് ചെയ്യാൻ എന്നാ പണി ഒപ്പിക്കണമെന്ന്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കര അഭിഷേകമുള്ള, തൻ്റെ ഇടമുള്ള, ധൈര്യമുള്ള, ആഹാബിന്റെ കൊട്ടാരത്തിലോട്ട് ചെന്നിട്ട് നെഞ്ചു വിരിച്ച് നിന്ന് തല ഉയർത്തി ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇവിടെ മഞ്ഞും മഴയും പെയ്യില്ല. എത്ര ശക്തനായ മനുഷ്യൻ, ധൈര്യമുള്ള മനുഷ്യൻ, അഭിഷിക്തൻ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ ഞാനൊന്ന് പറയുകയാണ്, അങ്ങനെ പറഞ്ഞാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ഇത്ര ശക്തനായ ഈ മനുഷ്യനെ ഒന്ന് വരട്ടി നോക്കി. നിന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞു, നിന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. ആ പുള്ളി കൊട്ടാരത്തിനകത്തൊക്കെ കയറി ദൂത് പറഞ്ഞ് മഴ പെയ്യാതൊക്കെ ഇരുന്നപ്പോൾ ഇസ്രായേലുള്ള എത്രയോ ആൾക്കാർ പുള്ളിക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കുകയും തൻ്റെ ധൈര്യത്തെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തെന്നറിയാം. പക്ഷേ ഈ സഹോദരി അയച്ച ഒരു നെഗറ്റീവ് സാധനം, അല്ലെങ്കിൽ പറഞ്ഞ ഒരു നെഗറ്റീവ് സാധനം, ഈ നെഗറ്റീവ് സാധനത്തിലും തന്നെ നോക്കിയിരുന്ന് ഇങ്ങനെ ഡെസ്പായി ആളിങ്ങനെ ഡിസ്കറേജ്ഡ് ആയി പോവുകയാണ്. ഉടനെ ഒരു തീരുമാനം, ഞാൻ മരിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ആരായി തീരുമാനം എടുത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കാൻ അഭിഷേകമുള്ള മനുഷ്യൻ വാസ്തവമായിട്ട് മരിച്ച കൊച്ചിനെ ഉയർപ്പിച്ചു ഏലിയാവ്. സാരാഫത്തിലെ വിധവയുടെ മരിച്ചുപോയ കൊച്ചിനെ ഉയർപ്പിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കാൻ അഭിഷേകമുള്ളവൻ മരിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ? നെഗറ്റീവ് കാര്യം കേൾക്കാൻ പോയതാണ്. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ശ്രദ്ധയ്ക്ക്, ഇസബേലുമാർ, അഭിഷേകം നഷ്ടപ്പെട്ട ഇസബേലുമാർ, പിശാചി കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന വ്യക്തിത്വങ്ങൾ നിന്നെ ഡിസ്കറേജ് ചെയ്യുവാൻ, നിനക്ക് വിരോധമായി എയ്തു വിടുന്ന സാധനത്തിലേക്ക് നീ ഫോക്കസ്ഡ് ആയാൽ അവിടെ നീ ചില റോങ് ഡിസിഷൻസ് എടുക്കും. ആ റോങ് ഡിസിഷൻസിനെ നിനക്ക് ഓവർകം ചെയ്യുവാൻ കഴിയണമെങ്കിൽ ഈ സന്ദേശം ശ്രദ്ധയോടെ കേൾക്കുക. അവിടെ ഏലിയാവ് സത്യം പറഞ്ഞാൽ ഡെസ്പായി പോയി, ഡിസ്കറേജ്ഡ് ആയിപ്പോയി, മരിക്കാൻ തീരുമാനമെടുത്ത് ചൂരച്ചെടിയുടെ ചുവട്ടിൽ പോയി ഇരിക്കുകയാണ്. മതി, ഇനി എനിക്ക് മരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ മനുഷ്യനെ, തൻ്റെ മാനസിക അവസ്ഥയെ മനസ്സിലാക്കുന്ന ദൈവം അവിടെയും തൻ്റെ ദൂതനെ അയച്ച് ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. മനസ്സുകൊണ്ട് എവിടേക്കോ തളർന്നു പോയ ചിലരോട്
ഹൃദയം കൊണ്ട് എവിടേക്കോ ഡെസ്പായി പോയ ചിലരുടെ വാക്കുകൾ കൊണ്ട്, ചിലരയച്ച മെസ്സേജുകൾ കൊണ്ട്, ചിലർ സംസാരിച്ച പദശൈലികൾ കൊണ്ട് ഹൃദയം ഇങ്ങനെ തകർന്നു പോയ, ഹൃദയം ഇങ്ങനെ ഉടഞ്ഞു പോയ, മനസ്സിങ്ങനെ തകർന്നു പോയി മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ഇന്നത്തെ സന്ദേശം നിന്റെ അകത്ത മനുഷ്യനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാ. ഏലിയാവേ, നിനക്ക് അധിക ദൂരം ഓടുവാനുണ്ട്, നിനക്ക് ഹോരേബോളം ഓടാനുണ്ട്, നിനക്ക് ആഹാബിന്റെ കുതിരകളെക്കാൾ, തന്റെ രഥത്തിന്റെ ആ കുതിരകളെക്കാൾ ശക്തിയോടെ ഓടി ഹോരേബിലെത്തുവാനുണ്ട്. ആമീൻ. ഇന്ന് പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ കുടുംബങ്ങളെ തട്ടി ഉണർത്തുക. പ്രിയപ്പെട്ടവരെ, നിന്ദകൾ, കഷ്ടതകൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ വരുമ്പോൾ നിങ്ങൾ അവിടെ ഉറപ്പിച്ചോണം. എല്ലാവർക്കും ഇസബേലുമാരുടെ ഭീഷണിയില്ല. ഇസബേലുമാരുടെ ഭീഷണി ഏലിയാവുമാർക്കേ ഉള്ളൂ. എല്ലാവരെയും ആഹാബ് നോട്ടം ഇട്ടിട്ടില്ല. യഹോവയുടെ പ്രവാചകന്മാരെ മാത്രമേ ആഹാബ് നോട്ടം ഇട്ടിട്ടുള്ളൂ. ആഹാബെ, നീ എത്ര നോട്ടമിട്ടാലും, ഇസബേലെ നീ എത്ര തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും തിരിച്ചറിയുക, ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു അഭിഷിക്തന് വിരോധമായി, ആത്മാവിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിന് വിരോധമായി നീ എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും അവന്റെ ശുശ്രൂഷകളെ തികച്ച അഗ്നിരഥങ്ങളുമായി അവനെ ഉടലോടെ സ്വർഗത്തിലോട്ട് എടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് നീ തിരിച്ചറിയുക. ഹല്ലേലൂയ. Glory to God, glory to God, glory to God. 1 Peter chapter 4 verse 14 says, if you are reproached for the name of Christ, blessed are you, for the spirit of glory and of God rest upon you. What Satan uses continuously in the life of people is that he will bring some kind of reproach of words of abuse from people, so that goes right into their hearts and breaks their life, their ministry and family. You can find an example from the life of man of God, Elijah. He was standing tall in front of King Ahab and proclaiming the message of the God to him. And you can find that great man was discouraged because Jezebel gave a message that within 24 hours I will take your life. So hearing that assassination threat, he was totally stumbled. He was totally fumbling. He said, somehow I want to end my life. And you might have in your life heard such kind of words from people, so despising, so abusive, that you took it in your heart and you're broken totally, and you have gone introvert in your life. And the Lord says, as the Lord prepared a greater anointing ministry, as the Lord prepared fiery chariots for this great man of God called Elijah, the Lord will prepare a mighty things. Not all people have such kind of abusive words. Not all people have such kind of assassination threats. Not all people have such kind of miseries in their life. Only great men of God like Elijah have such kind of great miseries. And if you have such problems, you have greater anointing in your life. 20ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ട അതിശക്തമേറിയ ഉണർവായിരുന്നു യുകെയിലെ വെയിൽസിൽ നടന്ന വെയിൽസ് റിവൈവൽ എന്ന് പറയുന്നത്. ആ വെയിൽസ് റിവൈവലിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യനായിരുന്നു ഇവാൻ റോബർട്ട്സ്. ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന മനുഷ്യനെ അതിശക്തമായ നിലയിൽ 1904 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തിൽ, ആ പ്രത്യേക സമയത്ത് ഒരു 2 വർഷത്തോളം അല്ലെങ്കിൽ ചില മാസങ്ങളോളം അതിശക്തമായ നിലയിൽ ദൈവം പ്രയോജനപ്പെടുത്തി. ആ ദേശത്തിലെ മദ്യശാലകൾ അടച്ചു, വ്യഭിചാരികൾ ഇല്ലാതെയായി, പോലീസുകാർക്ക് ജോലിയില്ലാതെയായി. അവിടുത്തെ ക്രിമിനൽ ഒഫൻസ് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കപ്പെട്ടു. ദേശം മുഴുവൻ, പട്ടണം മുഴുവൻ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്ന അതിശക്തമേറിയ ഉണർവാണ് 1904, 1905 കാലഘട്ടങ്ങളിൽ 20ാം നൂറ്റാണ്ടിൽ ഇവാൻ റോബർട്ട്സിലൂടെ വെളിപ്പെട്ടത്. പക്ഷേ ഇവാൻ റോബർട്ട്സിനെതിരെ അന്നത്തെ പത്രങ്ങൾ എഴുന്നേറ്റു. ഇവാൻ റോബർട്ട്സിനെതിരെ അന്നത്തെ മാധ്യമങ്ങൾ എഴുന്നേറ്റു. ഇവാൻ റോബർട്ട്സിനെതിരെ അന്നത്തെ ചില വ്യക്തികൾ എഴുന്നേറ്റു. ഇവാൻ റോബർട്ട്സ് ആ വാർത്തകളുടെ നടുവിൽ, ആ പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ നടുവിൽ, വ്യക്തികൾ പറഞ്ഞ ഡിസ്കറേജ് ചെയ്യുന്ന വേർഡുകളുടെ നടുവിൽ ഇവാൻ റോബർട്ട്സ് ഡിപ്രസ്ഡ് ആയി പോയി. ആ സമയത്ത് ഇവാൻ റോബർട്ട്സിൽ നിന്നും ദൈവികമായ അഭിഷേകം സ്വീകരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കക്കാരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ചാൾസ് ഫോക്സ് പെർഹാം എന്ന് പറയുന്ന അതിശക്തനായ മനുഷ്യൻ. ചാൾസ് പെർഹാമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? അദ്ദേഹം പ്രതിഷേധങ്ങളെ അഭിഷേകമാക്കി മാറ്റുമായിരുന്നു.
ഇന്ന് ഈ സർവീസ് കാണുന്ന ചിലരോട് പറയുന്നു, ഇവാൻ റോബർട്ട്സിനെ പോലെ ചിലത് കേട്ടുകൊണ്ട് മുറിക്കകത്ത് കയറി ഒളിക്കാനല്ല. ഏലിയാവിന് ഇസബേൽ അയച്ച മെസ്സേജ് കേട്ട് ആമീൻ സ്തോത്രം, അത് വായിച്ച് നെഗറ്റീവ് കണ്ട് ഏതോ ചൂലച്ചെടിയുടെ ചെവിട്ടിൽ ആമീൻ പോയി തീരാനുള്ളതല്ല നിന്റെ ശുശ്രൂഷ, നിന്റെ ജീവിതം. നിന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന പ്രതിഷേധത്തെ നീ അഭിഷേകമാക്കി മാറ്റുക. പ്രതിഷേധങ്ങളെ നീ അഭിഷേകമാക്കി തീർക്കുക. അതിനെ നീ ചവിട്ടുപടികളാക്കി തീർക്കുക. അതിശക്തിയോടെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. എന്താണ് ചാൾസ് വോക്സ്ബർഹാമിലൂടെ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ധൈര്യത്തിന്റെ മുൻപിൽ അദ്ദേഹത്തിന് ഇട്ടു എഴുതി, അദ്ദേഹത്തിനെതിരെയും പ്രവർത്തിച്ചു. ഇതേ ഇവാൻ റോബർട്ട്സിനെതിരെ നിന്ന ടീമുകൾ ചാൾസ് വോക്സ്ബർഹാമിനെയും നോട്ടുവിട്ടു. പക്ഷേ തന്റെ മുമ്പിൽ വന്ന ഒരു വാർത്തകളെയും ഒരു നെഗറ്റീവ് കാര്യത്തെയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൈൻഡ് പോലും ചെയ്തില്ല. അതിശക്തമായി എല്ലാ പ്രതിഷേധങ്ങളെയും പുള്ളി അഭിഷേകമാക്കി മാറ്റി. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ചരിത്രത്തിൽ നമുക്കറിയാം, അതിശക്തമായ ഒരു ഉണർവ് ചാൾസ് വോക്സ്ബർഹാമിലൂടെ തന്റെ ബൈബിൾ കോളേജിലൂടെ വെളിപ്പെട്ടു. ആഗ്നീസ് ഓസ്മാൻ എന്ന് പറയുന്ന യുവതി അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ ആദ്യമായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിച്ചു. വീണ്ടും പെന്തിക്കോസിന്റെ ഉണർവിന്റെ തീ അവിടെ കത്തി. ഒതുങ്ങിപ്പോയ നിന്ദകളുടെ മുമ്പിൽ, പരിഹാസങ്ങളുടെ മുൻപിൽ ഒതുങ്ങിപ്പോയ ഒരു ഇവാൻ റോബർട്ട്സിനെ നിങ്ങൾക്ക് കാണാം. പക്ഷേ അതേ ഇവാൻ റോബർട്ട്സിലൂടെ അഭിഷേകത്തിന്റെ ശക്തി ഏറ്റെടുത്ത് കൂടെ നിന്ന മനുഷ്യൻ അതേ എറികൾ വന്നപ്പോൾ അതിശക്തനായ നെഞ്ചും വിരിച്ച് കർത്താവിന് വേണ്ടി നിന്ന ഒരു ചാൾസ് വോക്സ്ബർഹാമിനെ നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ആരോടൊക്കെ പറയുന്നു, പിശാചൻ നിനക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ നന്മകൾക്കെതിരെ അഴിച്ചുവിടുന്ന സകല പ്രതിഷേധത്തെയും നീ ഒരു അഭിഷേകമാക്കി മാറ്റുവാൻ ആത്മാവിൽ ചിലരോട് ഇടപെടുകയാണ്. One of the greatest revivals in history, especially in the 20th century, happened in Wales, and Ivan Roberts was the man who was behind that great revival that happened. And you can find in history that police stations were closed, liquor shops were closed, people gathered together in large throngs and they worshiped the Lord in spirit and truth. And when such kind of a great revival was happening, what happened was the fourth pillar, the newspapers, rose against Ivan Roberts and began to raise serious allegations and problems and wrote so badly against him. What happened was, this man was introverted and he was going back and retreated back, and he was not able to move forward. And there was another person, Charles F. Parham. He was a person who was anointed by this great man of God, and he had such a very different kind of a demeanor that he stood firm in front of all the criticisms. He turned all sorts of allegations into anointing, and such kind of great ministry he did. From him, Agnes Osman, that was the first person who spoke in tongues, who got the anointing, and it came through his ministry. Those who are hearing this message today, if you are set back, if you are inside, if you have gone back and retreated inside because of the criticisms and allegations, do not go back, do not retreat. The Lord has mighty things to do through you. Step forward, the Lord will do mighty anointing ministry through you. ഈ പ്രതിഷേധം അഭിഷേകമാക്കി മാറ്റിയ ചില സംഭവങ്ങളൊന്ന് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാവുന്നവനായി തീരുമെന്നോ അവന് ജീവകിരീടം കിട്ടുമെന്നോ ഒക്കെ നമുക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളിലൂടെ മാത്രം പറയാം. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 54, 55, 56 വാക്യങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. സ്തെഫാനോസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സ്തെഫാനോസിന് നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. അതിശക്തമേറിയ ഒരു എതിർപ്പ് സ്തെഫാനോസിനും ശിഷ്യന്മാർക്കെതിരെ വരികയാണ്. ശൗലിന്റെ നേതൃത്വത്തിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. എറിഞ്ഞു കൊന്നുകളയുക. ഒന്ന് ഓർക്കുക സാഹചര്യം. ഇവിടെ കല്ലുപോലും എടുത്തില്ല, ആരും ഒന്നും പറഞ്ഞു പോലും ഇല്ല, ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ പലരും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. കല്ലെറിയാൻ സിംഹവാതിലിൽ വെച്ച്, ഇസ്രായേലിലെ സിംഹവാതിലിൽ വെച്ചിട്ട്
കല്ലെറിയാനായിട്ട് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ മൈ ഗോഡ് പാസ്റ്റർ ജിജി, ഇത് നിറകണ്ണുകളോടെ അല്ലാതെ എങ്ങനെയാ വായിക്കാൻ പറ്റുക? അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. വലിയ ഒരു കൂട്ടം ആൾക്കാര് എരച്ചു പാഞ്ഞ് പല്ല് കടിച്ച് അലച്ചു കൂവിക്കൊണ്ട് സ്തേഫാനോസിനെ നേരെ വരികയാണ്, കല്ലുകൊടുത്ത് പിടിച്ച്. അവിടെ എഴുതിയിരിക്കുന്ന അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആ സ്ഥലത്ത് എറിയാൻ കല്ലുമായിട്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ പല്ല് കടിച്ച് ചീത്ത പറയുന്ന ആൾക്കാര്, ചെവി ചീത്ത കേൾക്കാം, പല്ല് കടിക്കുന്നവരെ കാണാം, എറിയ നിന്നെ ഇപ്പൊ കൊല്ലുവടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വലിയൊരു സമൂഹം, ചെറിയൊരു സമൂഹമല്ല. ആ സമൂഹത്തിന്റെ മുമ്പിൽ ഒരാള് ആത്മാവിൽ നിറയുന്നു. പ്രതിഷേധം അഭിഷേകമായോ? പറയൂ. ഇവരുടെ പ്രതിഷേധം അവിടെ അഭിഷേകമായോ? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടെന്ന്. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ മഹത്വം, ഗ്ലോറി ഓഫ് ഗോഡ് വിൽ മാനിഫെസ്റ്റ്. നമ്മളിപ്പോ വായിച്ചു, എവിടെ ഒരു സഫറിങ് ഉണ്ടോ, ഒരു ട്രയൽ ഉണ്ടോ, അവിടെ വെളിപ്പെടുന്ന ഒരു ഗ്ലോറി ഉണ്ട്. അതാണ് ജിജി പാസ് വായിച്ചത്. വായിച്ചോ? ഒന്ന് നോക്കിയേ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നോക്കി, 13-14 വാക്യം നോക്കി. എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. മഹത്വം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മഹത്വം? ഗ്ലോറി. മഹത്വവും അവന്റെ ആത്മാവും നിങ്ങളുടെ മേൽ വെളിപ്പെടുക. സ്തേഫാനോസ് എന്താ കാണുന്നേ? ദൈവമഹത്വം. ഇനി അടുത്തൊരു സംഭവം കേട്ടോണേ. ആൾക്കാർ എറിയാൻ നിൽക്കുന്നു, പല്ല് കടിച്ച് നിൽക്കുന്നു, കല്ലും പിടിച്ച് നിൽക്കുന്നു, ചീത്ത പറയുന്നു, അവനെ ഇപ്പൊ കൊന്നുകളയും. ആ ഒരു സിറ്റുവേഷനിലാണ്. ഈ സമയത്ത് പുള്ളി മുട്ടയെ കുത്തിന്ന് പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിലേക്ക് നോക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറയുന്നു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു. സിസ്റ്ററെ, ബ്രദറെ ശ്രദ്ധിക്കണേ, ഒരു വാക്ക് പറഞ്ഞു, ഇതാ സ്വർഗം, ഇതാ സ്വർഗം, ഇതാ എന്റെ ബൈബിൾ, ഇതാണ് എന്റെ മൈക്രോഫോൺ, മൈക്ക്, ഇതാണ് എന്റെ ബൈബിൾ എന്ന് തൊട്ട് കാണിക്കുന്ന പോലെ ഇതാ സ്വർഗം എന്ന് വെച്ചാൽ സ്വർഗം അത്ര അടുത്ത് വന്നു. സ്വർഗം കൈ എത്തുന്ന, തൊട്ട് കാണിക്കുന്നത് പോലെ അവന്റെ അടുത്ത് വന്നു. ഒരു ഹാൻഡ് ഡിസ്റ്റൻസിൽ ഹെവൻ അവന്റെ അടുത്തെത്തി. അവൻ പറയുകയാണ്, ഇതാ സ്വർഗം. My God, hallelujah. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ വലത്തുഭാഗത്ത്, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത്, യേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന കാഴ്ച അവൻ കാണുക. എപ്പോഴാ? ഉപവാസ പ്രാർത്ഥനയുടെ നടുവിലാണോ? ക്രൂസൈഡിന്റെ നടുവിലാണോ? കൺവെൻഷന്റെ നടുവിലാണോ? എല്ലാരും കൂടെ വട്ടം കൂടിയിരുന്ന് ഭയങ്കര കൈയടിച്ചു പാടുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ? അല്ല. എറിയാൻ കല്ലുമായി നിൽക്കുന്നവരുടെ നടുവിൽ, പല്ല് കടിക്കുന്നവരുടെ നടുവിൽ, പരിഹസിക്കുന്നവരുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, ആമീൻ, എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയപ്പോഴേ അവന്റെ വിരൽ കൈ എത്തുന്ന ദൂരത്തെത്തിയെന്ന് സ്വർഗം. ഓ ഹല്ലേലൂയ. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും, എല്ലാവരും നിനക്ക് വിരോധമായി നിൽക്കുമ്പോഴും, എല്ലാവരും നിന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴും നിന്റെ അടുത്തോട്ട് ചാഞ്ഞിറങ്ങി വരുന്നൊരു സ്വർഗമുണ്ട്. അനുഭവിച്ചറിയുന്നവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. Glory to God. Hallelujah. The times of oppositions are to be turned into times of anointing. You find this example from the life of Stephen. He was opposed by the people. He was preaching the word of God, but he was strongly opposed by the people. If you read Acts chapter 7:54 following, they were thronging towards him, taking stones in their hands to pelt at him. They were gnashing their teeth. And at that point of time, Stephen is looking towards the heaven and he says,
behold the heaven. And that means, as you say, behold my mobile, here's my book, here's my Bible. Like that, heaven became so tangible, heaven became so near to him that he was able to look at the heaven and say, behold the heaven coming down. When problems are taking a toll on you, when people are trying to isolate you, when people are pelting stones at you, at that point of time you will be seeing, you will be receiving a supreme kind of glory and a supreme kind of Lord's presence in your life. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പ്രതിഷേധം അഭിഷേകമായി, 8-ാം അധ്യായത്തിലും പ്രതികൂലങ്ങൾ അഭിഷേകമായി മാറി. ഒന്ന് നോക്കിയോ, 8-ാം അധ്യായത്തിൽ ശമരിയയിലെ ഉണർവാണ്, റിവൈവലാണ്. ആ റിവൈവലിൽ 5 മുതൽ ഒന്ന് വായിച്ച്, 8-ാം അധ്യായത്തിന് 5 മുതൽ. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൽ അവൻ പറയുന്നത് ഏക മനസ്സോട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആ പട്ടണത്തിൽ ഭയങ്കര സന്തോഷമുണ്ടായി. അനേകം മുടന്തന്മാർ സൗഖ്യം പ്രാപിക്കുന്നു, അന്ധന്മാർക്ക് കാഴ്ച ലഭിക്കുന്നു, ചെകിടന്മാർ കേൾക്കുന്നു. ഓ ഹല്ലേലൂയ! പട്ടണം മുഴുവൻ ഭയങ്കര റിവൈവൽ ഉണ്ടായി. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവി വരുന്ന നാളുകളിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ പട്ടണത്തിൽ, നമ്മളുടെ പട്ടണത്തിൽ ശമരിയ പട്ടണത്തിലെ പോലെ ആക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവിടെയും ആ ഉണർവിനെ തകർക്കാൻ പിശാച് ചിലതിനെ കയ്യിലെടുക്കുകയാണ്. എതിർപ്പ് ഉണ്ടാക്കാൻ, പ്രതിഷേധിക്കാൻ ചിലതെ കൊണ്ടുവരികയാണ്. 9, 10, 11 വായിച്ചേ. എന്നാൽ ശീമോൻ എന്ന പേരുള്ള പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയകാലം അവരെ ഭ്രമിപ്പിക്കാലത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ആ പട്ടണത്തിൽ ഉണർവ് നടന്നപ്പോൾ ശിമോൻ എന്ന ഒരു ആഭിചാരകൻ മഹതി എന്നൊരു ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ജനത്തെ തകർത്ത് കളയുവാൻ, അല്ലെങ്കിൽ അവിടെ പൈശാചിക സ്വാധീനങ്ങൾ അഴിച്ചുവിടാനായിട്ട് ഭയങ്കര ശ്രമം നടത്തി. അവനത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ഭാഗത്ത് അതിശക്തമേറിയ ഉണർവ് നടക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഉണർവ്, യേശു ക്രിസ്തുവിലുള്ള പ്രവൃത്തികൾ. ആമീൻ. അപ്പോസ്തലനെ അതിശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുന്നു ശമരിയയിൽ. എന്നാൽ മറുഭാഗത്ത് മഹതി എന്ന ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ശിമോൻ ഇത് തകർക്കാൻ ശ്രമിക്കുന്നു. ജനത്തെ ഭ്രമിപ്പിച്ചു, ജനത്തെ അവൻ ഭ്രമിപ്പിച്ചു. ഈ ശിമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ആഭിചാരം ചെയ്ത് ജനത്തെ ഭ്രമിപ്പിച്ചു, ജനത്തെ ഞെട്ടിപ്പിച്ചു. നിങ്ങൾ ആ വാക്യം ഒന്നും എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഒന്ന് വായിച്ചേ. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുക. ജനത്തെ എന്ത് ചെയ്തു ശിമോൻ? ഇവൻ ആഭിചാരം ചെയ്ത് ജനത്തെ ഇങ്ങനെ ഭ്രമിപ്പിച്ചു. പക്ഷേ പലരെയും ഭ്രമിപ്പിച്ചവൻ ഒടുക്കം ശരിക്കും ഒന്ന് ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ, പലരെയും പൈശാചിക ശക്തി ഉപയോഗിച്ച് ഞെട്ടിച്ചവൻ അവസാനം ഭയങ്കരമായിട്ട് അങ്ങ് തന്നെ ഞെട്ടി. ഒന്ന് വായിച്ചേ 13-ാമത്തെ വാക്യം. ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്നു നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. കണ്ടോ, ഈ പുള്ളി വലിയ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഒടുവിൽ ഭ്രമിച്ചു. പലരെയും ആഭിചാരം ചെയ്ത് ഭ്രമിപ്പിച്ചവൻ ഏറ്റവും ഒടുവിൽ ദൈവപ്രവൃത്തി കണ്ട് ഞെട്ടിപ്പോയി, ദൈവപ്രവൃത്തി കണ്ട് ഭ്രമിച്ചുപോയി. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിന്റെ ദൈവം ആരെന്ന് നിന്റെ ഭവനത്തിൽ വെളിപ്പെടുമ്പോൾ, നിന്റെ ദൈവം ആരെന്ന് നിന്റെ ദേശത്തിൽ വെളിപ്പെടുമ്പോൾ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് സ്വർഗം വെളിപ്പെടുത്തുമ്പോൾ, ആമീൻ, നിന്നെ പൈശാചിക ശക്തികൾ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചവർ, ആമീൻ ആമീൻ, പല ആൾക്കാരും ദൈവം നിന്നെ മാനിക്കുന്നത് കണ്ട് ഞെട്ടും, ദൈവം നിന്നെ മാനിക്കുന്നത് കണ്ട് ഭ്രമിക്കും, ദൈവം നിന്നെ ഉയർത്തുന്നത് കണ്ട് അത്ഭുതപ്പെടും. എത്ര പേര് അതിന് ആമീൻ പറയാനുണ്ട്? കർത്താവിന്റെ പ്രവൃത്തി നിന്നിലും നിന്റെ കുടുംബത്തിലും സഭയിലും ശുശ്രൂഷയിലും വെളിപ്പെടുന്നത് കണ്ട് അതിശയപ്പെടും. യേശുവിൻ നാമത്തിൽ സ്വർഗത്തിലെ ദൈവമേ, നിന്റെ രക്തത്താൽ ഞാൻ ആ വചനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതാ ശമരിയ പട്ടണത്തിൽ മഹതി എന്ന ശക്തിയെ ഉപയോഗിച്ച് ആഭിചാരം ചെയ്ത ശിമോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ താൻ അഴിച്ചുവിട്ട പ്രതിഷേധത്തെയും ആഭിചാരത്തെയും എല്ലാം ഇവിടെ തന്റെ ഭക്തനായ ഫിലിപ്പോസ് അഭിഷേകം മാറ്റി, ശുശ്രൂഷയാക്കി മാറ്റി. പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ പ്രതിസന്ധികളുണ്ടോ,
എവിടൊക്കെ പ്രതികൂലങ്ങളുണ്ടോ അവിടെയെല്ലാം ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ പരീക്ഷകൾ വെളിപ്പെടുമ്പോൾ അവിടെയും നിങ്ങൾ തിരിച്ചറിയുക, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാണ്. Wherever there are problems and opposition, the Lord will be manifesting greater anointing in those places. Another illustration we find in Acts chapter 7 in Samaria. A great kind of revival happened under Philip, and there was a man called Simon, a sorcerer, and he previously astonished the people with his witchcraft and magic, and that man came into the influence of the gospel, and Philip did great wonders and works of the Lord. And seeing those things, the Simon the witchcrafter, the Simon the sorcerer himself was astonished. And the message to you today is this: if you are undergoing problems in your life, when people are making problems through different kind of witchcraft and different kind of evil forces against you, the Lord will do his work at proper time, and the people who were dead against you will be dumbstruck, because Lord has done a greater things in your life. ഈ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 17 മുതൽ പെട്ടെന്ന് ഞാനൊന്ന് വായിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ മഹാപുരോഹിതനും സദൂക്യൻ മതക്കാരുമായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ സഭ വളരുന്നു, ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു. യേശുവിനെ ക്രൂശിച്ചതോടുകൂടെ, കർത്താവിനെ ക്രൂശിച്ചതോടുകൂടെ സകലതും അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. അവിടെ സകലതും ആരംഭിക്കുകയായിരുന്നു. നേരത്തെ ഒരേ യേശുവേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഇതുപോലെ മിറക്കിളുകൾ ചെയ്യുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 10-11 ഉണ്ട്. അങ്ങനെ നിരന്നിറങ്ങി നിൽക്കുകയാണ് ആൾക്കാർ. പ്രൈസ് ഗോഡ്. ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്, ശിഷ്യന്മാരുടെ എണ്ണം പെരുകുകയാണ്. അപ്പം പൊതുവായിട്ട് എല്ലാത്തിൻ്റെയും പിറകിലുള്ള ഒരു പൈശാചികമായ ഒരു സംഭവമാണ് ഈ അസൂയ എന്ന് പറയുന്നത്. ഈ അസൂയ കൊണ്ടാണ് പലതും ചെയ്യുന്നത്. അസൂയ കൊണ്ട് അവർ എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹം തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഒരു സത്യം ഞാൻ പറയാം, നിന്നോട് അസൂയ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ദൂതന്മാർ നിന്റെ കൂടെ ഉണ്ട്. നിന്നോട് അസൂയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ നിനക്ക് വേണ്ടി സ്വർഗം അയച്ചിട്ട് പ്രവർത്തിക്കുന്ന, നിന്റെ അനുഗ്രഹത്തിനായി ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന ഏഞ്ചൽസ് നിനക്കുണ്ട്. ആമീൻ. അസൂയക്കാരെ എണ്ണണോ ദൂതന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യണോ എന്നങ്ങ് തീരുമാനിച്ചാൽ മതി. നിന്നോട് അസൂയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ നിന്റെ അനുഗ്രഹത്തിനായി പ്രവർത്തിക്കുന്ന ദൂതന്മാർ നിനക്കുണ്ട്, എനിക്കുണ്ട്. ഒരു ആമീൻ പറയാൻ എത്ര പേർക്ക് കഴിയും? രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹം തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ച് ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞവരെ വിട്ടയച്ചു. ഇനി മേലിൽ ഈ യേശുവിന്റെ നാമം മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ഈ അപ്പോസ്തലന്മാരെ അടിച്ചു. 42-ാമത്തെ വാക്യം പറയുന്നു, പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിൽ വീട് തോറും വിടാതെ. ആ പദമൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ അവർ ദിനം പ്രതി, നേരത്തെ ആഴ്ചയിൽ ഒരു മീറ്റിംഗേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കാരണം, ഈ എതിർപ്പ് കാരണം മീറ്റിംഗ് ഡെയിലി ആക്കി. വിടാതെ വീട് തോറും. ഒരുത്തൻ നേരത്തെ കാണുന്നവരോടൊക്കെ സുവിശേഷം പറയുന്നുള്ളായിരുന്നു. ഇപ്പൊ ഒരുത്തനെയും വിടാതെ സുവിശേഷം പറയുകയാണ്. വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിശക്തമേറിയ പ്രതിസന്ധി, വെല്ലുവിളി, കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന അനുഭവം. ആമീൻ. രാത്രിയിൽ അവരെ വരുത്തി അടിപ്പിച്ച്, മുതുകത്ത് അടി കൊടുത്ത്, കാലുകളിൽ അടി കൊടുത്ത്, ഇനി മേലിൽ യേശുവിന്റെ നാമം പറയരുതെന്നുള്ള സാഹചര്യം. പക്ഷേ അവരെന്താ ചെയ്തേ? അവർ ദിനം പ്രതി പ്രാർത്ഥനയും നടത്തി, വീട് തോറും ഉപദേശിക്കുകയും ചെയ്തു, യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് 40, 41, 42 വാക്യങ്ങളൊന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 5 പെട്ടെന്ന് വായിക്കണം. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവരതിൽ സന്തോഷിച്ചു. നമ്മൾ വായിച്ച വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അവ കർത്താവിനെ സ്നേഹിക്കുന്നവർ, ക്രിസ്തുവിൽ പുകഴുന്നവർ, ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവർ തിരിച്ചറിയുക, അവർ പരീക്ഷിക്കപ്പെടുമ്പോൾ
ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയട്ടെ, എന്റെ കർത്താവ് നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ദോഷവും വരുത്തത്തില്ല. നിന്റെ സഭയ്ക്കോ നിന്റെ ശുശ്രൂഷയ്ക്കോ ഒരു ദോഷവും വരുത്തത്തില്ല. പിന്നെ എവിടെങ്കിലും നിങ്ങളെ തിരുത്താനുണ്ടെങ്കിൽ ദൈവം തിരുത്തും. വിട്ടുകൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന് നിങ്ങളെ എവിടെയെങ്കിലും പണിതുയർത്താനുണ്ടെങ്കിൽ അവൻ നിങ്ങളെ പണിതുയർത്തും. കർത്താവിന് എവിടെയെങ്കിലും നിങ്ങളെ വിശുദ്ധീകരിക്കാനുണ്ടെങ്കിൽ അവൻ നിങ്ങളെ വിശുദ്ധീകരിക്കും. 1 കൊരിന്ത്യർ 3:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. തീയിൽ കൂടി കടത്തിവിടുന്ന ഒരു ശോധന. അവിടെ എഴുതിയിരിക്കുന്നു പൊന്ന്, വെള്ളി. ശ്രദ്ധിച്ചോണം, കുറെ കാര്യങ്ങൾ തീയിലോട്ടിടുകയാണ്. സ്വർണം ഇട്ടു, വെള്ളി ഇട്ടു, വിലയേറിയ ഡയമണ്ട്സ് കല്ലിട്ടു, മരം തീക്കകത്ത് എന്തിട്ടു? വിറക്, തടിയിട്ടു, കുറച്ച് പുല്ലുവാരി ഇട്ടു, പിന്നെ കുറച്ച് വൈക്കോലിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എന്നതായിരിക്കും? ഈ തീ നല്ലവണ്ണം കത്തിക്കഴിഞ്ഞ് ആഫ്റ്റർ ആ തീയിലൂടെ ഇങ്ങനെ ശോധന ചെയ്ത് നമ്മൾ അവസാനം പോയി എടുക്കുമ്പം ഏത് സാധനമായിരിക്കും തിളങ്ങുന്നത്? വൈക്കോലിനെ ഒന്നും കാണാൻ പോലും കാണുകയില്ല. കുറേ വൈക്കോൽ ഈ കൊറോണ സമയത്ത് കത്തിപ്പോയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. കുറേ പുല്ലുകൾ ഈ പ്രത്യേകമായിട്ട് ഈ കുറേ മാസങ്ങളായിട്ട് കത്തിപ്പോയിട്ടുണ്ട് ഓൾറെഡി. ഹല്ലേലൂയ. ഇത് കഴിയുമ്പോ തിളങ്ങി പുറത്തു വരാൻ പോകുന്നത് പൊന്നായിരിക്കും. ഹല്ലേലൂയ. അതിന്റെ മാറ്റ് വർദ്ധിച്ചു വരുന്നത്. അപ്പൊ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, ഇതിനെയൊക്കെ തീ ശോധന ചെയ്യുന്നു. തീയിലൂടെ കടത്തിവിട്ട് ശോധന ചെയ്യുന്നു. അപ്പൊ മനസ്സിലാക്കണം, ശോധന ചെയ്യുന്നത് ഫ്രിഡ്ജല്ല, ശോധന ചെയ്യുന്നത് സ്നോ അല്ല, ശോധന ചെയ്യുന്നത് വാട്ടർ അല്ല, ശോധന ചെയ്യുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും സാധാ മെറ്റീരിയൽ അല്ല. ശോധന ചെയ്യുന്നത് എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകത്തില്ലേ? വണ്ടിയുടെ ടെസ്റ്റിന് പോകത്തില്ലേ? അതുപോലെ പരിശോധിക്കുന്നത്, നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് വെള്ളം ഒഴിച്ചല്ല, നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് ഐസ് വെച്ചോ സ്നോ കൊണ്ടോ അല്ല. നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് ഫയർ ആയിരിക്കും, തീ ആയിരിക്കും. നിങ്ങൾ വല്ല വൈക്കോലും പുല്ലും ഒക്കെ ആയിട്ടിരുന്ന പിന്നെ പുറത്തു വരാൻ ഒന്നും കാണുകയില്ല. പക്ഷേ ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു പൊന്നായിട്ട് നിന്നാൽ ഞാൻ ഉറപ്പായി പറയുന്നു, തിളങ്ങുന്ന ശോഭിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ഈ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ കർത്താവിന്റെ മുഖം അന്വേഷിച്ച് നിൽക്കുന്നവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളെ തിളങ്ങുന്ന ഒരു മുത്താക്കി, ഒരു പൊന്നാക്കി സ്വർഗ്ഗത്തിൽ ദൈവം മാറ്റും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യെസ് പാസ്റ്റർ. ആമേൻ. 1 Corinthians chapter 3 verse 11 following. For no other foundation can anyone lay than which is laid, which is Jesus Christ. Now, if anyone builds on this foundation with gold, silver, precious stones, wood, hay, straw, each one's work will manifest, for the day will declare it, but it will be revealed by fire. You are tested in a furnace by fire. You are not tested by water, not in snow, not in anything of this world. You are passing through a fire testing, and the hay and other things, which wood and other things which are passing through a furnace, nothing will be left. But if you are faithful to the Lord, if you cling on to the Lord like a gold, you will be coming out shining like a gold. That is the result of the testing you are എൻ്റെ undergoing. ജീവിതത്തിലെ പ്രതികൂലങ്ങൾ എൻ്റെ പ്രൊമോഷനായി തീരും. ശത്രു അഴിച്ചുവിടുന്ന സകല പ്രതിഷേധങ്ങളും എൻ്റെ ജീവിതത്തിൽ അഭിഷേകമായി മാറും. എത്ര പേര് അതിന് ആമീൻ പറയും? അവരൊന്ന് കൈകൾ ഉയർത്തി പറഞ്ഞേ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ
കരങ്ങളിലാ. ഞാൻ വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. ഘോരമാം ശോധനയിൻ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൻ ആഴങ്ങൾ കടന്നിടുമ്പോ, നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. ചേർന്ന് പറഞ്ഞേ, എന്നെ നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. ഉറപ്പുള്ളവരാ കൈകളൊന്ന് അടിച്ച് കർത്താവിന് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങളുടെ വീട്ടിലായിരിക്കാം, നിങ്ങളിപ്പോൾ എവിടെ ഇരുന്നാണോ കാണുന്നത്, അതരങ്ങൾ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. പരിസരമൊക്കെ ഒന്ന് മറന്ന് ആ കൈകളൊന്ന് അടിച്ച് ശബ്ദം ഉയർത്തി നല്ല കർത്താവിന് നന്ദി പറഞ്ഞേ. പഴയ നിയമ ഇസ്രായേൽ സഭ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നശിച്ചു പോകാനല്ല, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല സാഹചര്യങ്ങളിലും എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കമോൺ കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. ഉറപ്പുള്ളവർ വീഴുന്നതോ തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിയിടും ഞാൻ. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിയിടും ഞാൻ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ അതരങ്ങൾ തുറന്ന് ആരാധന. ഹല്ലേലൂയ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ട. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ.
ആ കൈകളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഒന്നിനെ കുറിച്ചിനിയും എനിക്ക് ആകുല ചിന്തയില്ല. മൈൻഡ് ഒന്ന് ക്ലിയർ ആകട്ടെ പ്രിയപ്പെട്ടവരെ. താങ്ക് യു ലോർഡ് ജീസസ്. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചോണ്ട്, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എൻ്റെ കൂടെ. ഇങ്ങനെ പാടാമോ? അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എൻ്റെ പപ്പായാകയാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എൻ്റെ ഡാഡിയാകയാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. പരിശുദ്ധ പിതാവേ, നിന്റെ ജനത്തെ അനുഗ്രഹിച്ചതിന് നന്ദി. അവിടുന്ന് സംസാരിച്ചതിന് നന്ദി. ജീവിതത്തിൽ ഏതെങ്കിലും പരീക്ഷകളിലൂടെയോ പ്രതിസന്ധികളിലൂടെ ഇവർ കടന്നു പോകുന്നെങ്കിൽ ഇവരുടെ പ്രതികൂലങ്ങൾ ഇവരുടെ പ്രൊമോഷൻ ആകുമെന്നും, ഇവരുടെ ജീവിതത്തിൽ ശത്രു അഴിച്ചുവിടുന്ന പ്രതിഷേധങ്ങൾ അഭിഷേകമായി തീരുമെന്നും, പരീക്ഷ സഹിക്കുന്ന ആ സഹനമുള്ള മനുഷ്യൻ കൊള്ളാവുന്നവനായി തീരുമെന്നും, സ്വർഗത്തിലെ ദൈവം അവനെ പണിതുയർത്തുമെന്നും, മാറ്റി വർദ്ധിപ്പിച്ച് അവനെ പൊന്നുപോലെ പുറത്തെടുക്കുമെന്നും പരിശുദ്ധാത്മാവേ നീ കേൾപ്പിച്ച ആലോചനയ്ക്ക് നന്ദി. ഈ മെസ്സേജ് കേട്ട ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, രോഗങ്ങൾ സൗഖ്യങ്ങളായി മാറട്ടെ, ഇവരുടെ ജീവിതത്തിലെ ടെസ്റ്റുകൾ ടെസ്റ്റ് മണികളായി തീരട്ടെ. കർത്താവേ, ഇവരുടെ ജീവിതത്തിലെ ട്രയലുകൾ വിക്ടറികളായി, വിജയങ്ങളായി മാറട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. May God bless you and I bless you in Jesus' almighty name.